ദുരന്തേട്ടൻ എന്നാണല്ലോ എൻ്റെ നാട്ടിലെ വിളിപ്പേര്. ഓഫ് കോഴ്സ് ഇതൊരു ദുരന്ത വീഡിയോ ആയിരിക്കും. പലസ്തീൻ ഗാസ വിഷയത്തിൽ യുഎന്റെ ഇടപെടലുകൾ എന്തൊക്കെയായിരുന്നു? ഗാസയുടെ റീകൺസ്ട്രക്ഷൻ വരാൻ പോവുകയാണ്. പലസ്തീൻ പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ പോലെ 48-ൽ തുടങ്ങിയതല്ലോ. പാലസ്തീന്റെയും ഇസ്രായേലിന്റെയും ഇടയ്ക്ക് റിലീജിയൻ ഒരു പ്രശ്നമായി നിൽക്കുന്നതുകൊണ്ടാണോ ഇത് നടക്കാൻ സാധിക്കാത്തത്? കേരളത്തിലെ നമ്പർ 1 അഡ്വഞ്ചറസ് വ്ളോഗറായി മാറേണ്ടിയിരുന്ന ഒരു വ്യക്തിയാണ് എന്ന് വേണേൽ പറയേണ്ടിയിരിക്കുന്നത്. കാരണം അത്രയ്ക്ക് ദുരന്ത യാത്രകളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യു എന്ന് പറഞ്ഞ അടി കിട്ടുന്ന സ്ഥലമുണ്ടോ? ഉണ്ടല്ലേ? അതെ. ഐസിസ് പോലുള്ള ത്രെട്ട് അല്ലെങ്കിൽ താലിബാൻ പോലുള്ള ത്രെട്ട് അല്ല. ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ അറിയാമല്ലോ. ചിലടത്ത് പ്രൈവറ്റ് പ്ലെയിൻ കിട്ടണ്ടേ. നമസ്കാരം, മുരളി ചേട്ടൻ ടു ചാറ്റ് വിത്ത് ഭക്തൻ. നമസ്കാരം. അന്ന് ജർമ്മനിയിൽ കണ്ടതിന് ശേഷം കാണാൻ പറ്റിയ സന്തോഷം. യെസ്, ജർമ്മനിയിൽ വെച്ച് നമ്മൾ എൻ്റെ KLTUK യാത്രക്കിടയിൽ ഞാൻ കണ്ടിരുന്നു, നമ്മൾ മീറ്റ് ചെയ്തിരുന്നു, നമ്മളൊരു ദിവസം അവിടെ ട്രാവൽ ചെയ്തിരുന്നു ഒരുമിച്ച്. അപ്പോൾ അതിനുശേഷം നമ്മളിപ്പോൾ കേരളത്തിൽ വെച്ച് മീറ്റ് ചെയ്യുകയാണ്. മുരളി തുമ്മാരുകുടി, അദ്ദേഹം UN എന്ന് പറഞ്ഞ ആ ഒരു അന്താരാഷ്ട്ര ആ ഒരു ഓർഗനൈസേഷൻ, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനിലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. യെസ്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അതേ മേഖലയിൽ തന്നെ, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് മേഖലയിൽ തന്നെ, പല മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ എക്സ്പെർട്ടൈസ് ഇപ്പോഴും സൊസൈറ്റിക്ക് വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്. അപ്പോൾ വീണ്ടും വെൽക്കം ടു ചാറ്റ് വിത്ത് ഭക്തൻ. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഓഫ് കോഴ്സ് ഇതൊരു ദുരന്ത വീഡിയോ ആയിരിക്കും. അതെ. ഞാൻ ദുരന്തേട്ടൻ എന്നാണല്ലോ എൻ്റെ നാട്ടിലെ വിളിപ്പേര്. ഓക്കെ, ദുരന്തേട്ടൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അതെ. കളക്ടർ ബ്രോ ആയിട്ട് ചാർത്തി തന്ന പേരാണ്. ഓക്കെ, കളക്ടർ ബ്രോ വരാം എന്ന് പറഞ്ഞിരിക്കുകയാണ് ഒരു ദിവസം. അതെ, അദ്ദേഹം കുറേ നാളായി ട്രസ്റ്റിലാണല്ലോ. അതെ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അദ്ദേഹം ഓൾറെഡി പറയുന്നുണ്ട്, പലതും വെട്ടി തുറന്ന് പറയുന്നത് കൊണ്ടാണല്ലോ ഈ ഒരു റെസ്റ്റിലേക്ക് എത്തിയത്. യെസ്, അപ്പോൾ അങ്ങനെ കുറച്ചും കൂടെ കാര്യങ്ങൾ പറയാനുണ്ട്. വരാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം. എറണാകുളത്തേക്ക് വരുമ്പോൾ വരും എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തായാലും ദുരന്ത കഥകളിലേക്ക് തന്നെ വരാം. ദുരന്ത കഥകൾ എന്ന് പറയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ദുരന്ത കഥകൾ തന്നെയാണ്. അപ്പോൾ അവസാനമായിട്ട് എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? ലാസ്റ്റ് ക്രൈസിസ് ഞാൻ മാനേജ് ചെയ്ത് യുക്രൈനിലെ കോൺഫ്ലിക്റ്റ് ആണ് 2022. അതിൻ്റെ തുടക്കത്തിൽ വാസ്തവത്തിൽ അത് അതിൻ്റെ ഡീറ്റെയിൽ കോൺഫ്ലിക്റ്റ് ആയപ്പോഴത്തേക്ക് ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷൻ മാറിയിരുന്നു. പക്ഷേ ആ കോൺഫ്ലിക്റ്റിൻ്റെ തുടക്കത്തിൽ അവിടെ ഉണ്ടായ വിഷയങ്ങൾ ഇപ്പോൾ ആ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്ന ചില പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ട്. അത് അവിടുത്തെ തണ്ണീർത്തടങ്ങളിലുള്ള പ്രശ്നങ്ങൾ, അവിടെ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ബോംബ് കിടക്കുന്നതിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് യുക്രൈനിൽ ഞങ്ങൾ ഫൈനലായിട്ട് മാനേജ് ചെയ്തത്. യുക്രൈനിലെ കോൺഫ്ലിക്റ്റ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടുള്ളൊരു അസസ്മെൻറ്റ് അവിടെ നടത്താനുള്ളൊരു സമയമായിട്ടില്ല. പക്ഷെ എന്നാൽ പോലും ഇപ്പോൾ നടന്ന കോൺഫ്ലിക്റ്റ് പോലും അതിൽ പല ഇതുണ്ടാക്കിയിട്ടുണ്ട്. മനുഷ്യരിൽ ധാരാളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പക്ഷെ മാത്രമല്ല, മറ്റുള്ള പരിസ്ഥിതി വിഷയങ്ങളിലും അത് പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അതിനെപ്പറ്റിയുള്ള പഠനമായിരുന്നു ലാസ്റ്റായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഉക്രൈൻ എന്ന് പറയുമ്പം നമുക്കറിയാം, ഉക്രൈനും റഷ്യയുമായിട്ടുള്ളൊരു പ്രോബ്ലം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു പ്രശ്നമാണ്. അത് ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ വലിയൊരു ഡിസാസ്റ്റർ ഉണ്ടാക്കിയെന്നുണ്ടെങ്കിലും പിന്നീട് ഈ പറഞ്ഞ പോലെ പല സംഭവങ്ങളും നടന്നു. ഈ പലസ്തീൻ ഗാസ വിഷയത്തിൽ, അതായത് ഈ ഇസ്രായേൽ വിഷയത്തിൽ ശരിക്കും യുഎൻ്റെ ഇടപെടലുകൾ എന്തൊക്കെയായിരുന്നു? ഞാൻ പാലസ്റ്റൈനിൽ 2005 മുതൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളാണ്. ഓക്കെ, 2005 ഇപ്പോൾ നമ്മൾ പറയുന്ന ഗാസ സ്ട്രിപ്പ്. ഇപ്പോൾ മിക്കവാറും ആളുകൾക്ക് ഗാസ സ്ട്രിപ്പ് പരിചിതമാണ്. പക്ഷേ 2005 വരെ ഗാസയിലും ഇസ്രായേലിൻ്റെ ചെറിയ കോളനികൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പാലസ്റ്റീൻ എന്ന് പറയുന്നത് 2 ഭാഗമായിട്ടാണ് കിടക്കുന്നത്. വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് ജോർഡാനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലവും, ഗാസ സ്ട്രിപ്പ് എന്ന് പറയുന്നത് മെഡിറ്ററേനിയനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. ഇത് തമ്മിൽ പരസ്പരമായിട്ട് കണക്ഷൻ ഇല്ല. പാലസ്റ്റീൻ 2 പീസായിട്ടാണ് കിടക്കുന്നത്. കൂടാതെ ഈസ്റ്റേൺ ജെറുസലം അവരുടെ ജെറുസലമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് അങ്ങനെയും കിടക്കുന്നു. അങ്ങനെ 3 പീസ് കൂടിയതാണ് പാലസ്റ്റൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ 2005 വരെ ഈ ഗാസയുടെ നടുക്കും ഇസ്രായേലിൻ്റെ കോളനികൾ ഉണ്ടായിരുന്നു. അപ്പോൾ 2005 അന്നത്തെ പ്രൈം മിനിസ്റ്റർ ഏരിയൽ ഷാരോൺ ഈ കോളനികൾ അവിടെ നിന്ന് മാറ്റാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ആ കോളനികൾ അവിടെ നിന്ന് മാറ്റി അവിടെയുള്ള മുഴുവൻ കെട്ടിടങ്ങളും ഇടിച്ച് നിരത്തിയതിന് ശേഷമാണ് ആ സ്ഥലം പലസ്തീനിയൻ ആയിട്ടുള്ള ആളുകൾക്ക് വിട്ടുകൊടുക്കുന്നത്. അത് പലസ്തീൻ്റെ കൂടി ആഗ്രഹമായിരുന്നു. അതായത് ഒരു വളരെ
ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ലിവിങ് അവിടെ ഉണ്ടാകുക അതിൽ ആളുകൾ പോയി താമസിച്ചാൽ ഒരു പാലസ്റ്റീനിയൻ എലീറ്റ് തന്നെ ഉണ്ടാകുമെന്ന് അവർക്കൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കെട്ടിടങ്ങൾ അവർക്ക് വേണ്ട എന്ന് പറഞ്ഞത്. അപ്പോൾ ആ സ്ഥലങ്ങൾ വാസയോഗ്യമാണോ, അതുണ്ടാക്കിയ ഖരമാലിന്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യും തുടങ്ങിയ വിഷയങ്ങളാണ് അന്ന് 2005 ഞങ്ങൾ കൈകാര്യം ചെയ്തത്. അന്ന് 2005 അതിനെപ്പറ്റിയൊരു റിപ്പോർട്ട് ഞാനാണ് സ്റ്റഡി ലീഡ് ചെയ്തത്. ഓക്കെ. അതിനുശേഷം വളരെ പല പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്. എനിക്കൊന്ന് ലാസ്റ്റ് പോയത് കോവിഡിന് തൊട്ട് മുമ്പ് 2019 സ്റ്റഡിക്കാണ് പോയത്. 2008-09 സമയത്ത് അവിടെ ഇതുപോലൊരു ചെറിയൊരു കോൺഫ്ലിക്റ്റ് എസ്കലേഷൻ ഉണ്ടായി. ഇസ്രായേലിൻ്റെ ഗ്രൗണ്ട് ഫോഴ്സ് അങ്ങോട്ട് വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല, പക്ഷേ മറ്റുള്ള തരത്തിലുള്ള എയർഫോഴ്സിൻ്റെ അറ്റാക്ക് എല്ലാം ഉണ്ടായി. അവിടുത്തെ പല മാലിന്യ സംസ്കരണ സ്ഥാപനങ്ങളും നശിച്ചു. അവിടുത്തെ കൃഷിയിൽ ഒരുപാട് നാശനഷ്ടങ്ങളും ഉണ്ടായി. കെട്ടിടങ്ങളിൽ ഒരുപാട് വലിയ നാശനഷ്ടങ്ങളുണ്ടായി. ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഞാൻ 2008-09 അവിടെ പോകുന്നത്. അന്ന് ഞങ്ങളുടെ പഠനത്തിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ളൊരു അതായത് നാശനഷ്ടങ്ങൾ പ്രത്യക്ഷമായിട്ടുള്ളതും കൂടാതെ ഗാസയിലെ കുടിവെള്ളം ഏതാണ്ട് ഇല്ലാതെ ആവുകയാണെന്നുള്ളൊരു കൺക്ലൂഷൻ അന്ന് ഞങ്ങൾ നടത്തിയിരുന്നു. അതായത് കടലിനോട് തൊട്ടടുത്ത പ്രദേശമാണ്, പക്ഷേ ശുദ്ധജലം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഗാസയിൽ ആളുകളുണ്ടായിരുന്നത്. പക്ഷേ ആളുകളുടെ എണ്ണം കൂടുകയും വെള്ളത്തിൻ്റെ എക്സ്ട്രാക്ഷൻ കൂടുകയും ചെയ്യുമ്പോൾ സോൾട്ട് വാട്ടർ ഇൻക്ലൂഡ് ചെയ്തിട്ട് ശുദ്ധജലം അവിടെ ഇല്ല. അവിടെ തീരെ മഴയില്ലാത്ത പ്രദേശമാണ്. ആണല്ലേ? അതെ. അപ്പോൾ എങ്ങനെയാണ് ഈ ശുദ്ധജല പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെയാണ് ഖരമാലിന്യം കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെയാണ് 2 മില്യൺ ആളുകളുടെ സുവേജ് കൈകാര്യം ചെയ്യുന്നത്, ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നിർദ്ദേശങ്ങൾ നൽകി. അതിനെ തുടർന്ന് യൂറോപ്യൻ യൂണിയനും ജപ്പാനും ജർമ്മനിയും എല്ലാം സപ്പോർട്ട് ചെയ്ത് അവിടെ മോഡേൺ ആയിട്ടുള്ള ഫെസിലിറ്റീസ് എല്ലാം ഉണ്ടായി. നമുക്ക് വാസ്തവത്തിൽ അതിശയം തോന്നും, ഇന്ന് കേരളത്തിൽ പോലും ഇല്ലാത്ത തരത്തിലുള്ള ഫെസിലിറ്റീസാണ് അന്ന് സോളിഡ് വേസ്റ്റിനും ലിക്വിഡ് വേസ്റ്റിനും വേണ്ടി അവിടെ ഉണ്ടായത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ അറിയാമല്ലോ 2023 മുതൽ 25 വരെ വലിയൊരു സംഘർഷം അവിടെ നടന്നു. ഇപ്പോൾ ഏതാണ്ട് അതിനൊരു ശമനമായിട്ടുണ്ട്. ഇന്നിപ്പോൾ UN സെക്യൂരിറ്റി കൗൺസിൽ 20 പോയിന്റ് പ്ലാൻ എഗ്രി ചെയ്തു എന്ന് പറയുന്നു. ഒരു ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് വരുന്നു. നിർഭാഗ്യവശാൽ ആ ഒരു പർട്ടിക്കുലർ കോൺഫ്ലിക്റ്റ് ആക്റ്റീവായിരുന്ന സമയത്ത് UN പരമാവധി എയ്ഡ് അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളതല്ലാതെ അതിൽ കൂടുതൽ റോൾ ആ സമയത്തുണ്ടായിരുന്നില്ല. നിർഭാഗ്യവശാൽ ഗാസയുടെ റീകൺസ്ട്രക്ഷൻ വരാൻ പോവുകയാണ്. വലിയ സ്കോപ്പിലുള്ള 2 മില്യൺ ആളുകളുടെ ഏതാണ്ട് എല്ലാം തന്നെ തിരിച്ച് പുനരധിവസിപ്പിക്കേണ്ട ഒരു ആവശ്യകത വരും. ആളുകളുടെ വീടുകൾ, റോഡുകൾ, യൂണിവേഴ്സിറ്റികൾ, കോളേജുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ തുടങ്ങിയ എല്ലാം ഓൾമോസ്റ്റ് എവറിത്തിങ് ഹാസ് ടു ബി സ്റ്റാർട്ടഡ് ഫ്രം സ്ക്രാച്ച്. അതിന് അസോസിയേറ്റ് ആയിട്ടുള്ള ഒരു പീസ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യകതയുണ്ട്, ഒരു ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിൻ്റെ ആവശ്യകതയുണ്ട്. ഇന്നിപ്പോൾ ഞാൻ വായിച്ചത് 10 രാജ്യങ്ങൾ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഗാസ റിലേറ്റീവ്ലി വളരെ ചെറിയൊരു പ്രദേശമാണ്. വാസ്തവത്തിൽ 30 കിലോമീറ്റർ നീളവും 12 കിലോമീറ്റർ വീതിയും മാത്രമുള്ള, അതുകൊണ്ടാണ് സ്ട്രിപ്പ് എന്ന് പറയുന്നത്. വളരെ ചെറിയൊരു സ്ഥലമാണ്. എന്നാൽ പോലും ആ സ്ഥലം സ്റ്റെബിലൈസ് ചെയ്തെടുക്കുക, റീബിൽഡ് ചെയ്തെടുക്കുക എന്ന് പറയുന്നൊരു ചുരുങ്ങിയതൊരു 10 വർഷമെങ്കിലും നീണ്ടു നിൽക്കുന്നൊരു പ്രോജക്റ്റ് ആയിരിക്കും. പക്ഷേ ലോകത്തിൻ്റെ സമാധാനത്തിന് ഗാസ എന്ന് പറയുന്ന അവിടെ മാത്രം നിൽക്കുന്നൊരു വിഷയമല്ലല്ലോ. അതിനെ ഈ പലസ്തീൻ എന്ന് പറയുന്നത് ലോകത്തിൽ വൈകാരികമായിട്ട് ലോകത്തെവിടെയും വൈകാര്യമായിട്ടുള്ളൊരു വിഷയമായതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഇനി എങ്കിലും UN ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റുമെന്നും ആളുകൾക്ക് കൂടുതൽ സമാധാനപരമായൊരു ജീവിതം 2 വശത്തും ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും ഇവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ഒരു മുറിവുകൾ എന്തായാലും ഒരു വൈരാഗ്യമായിട്ട് തുറന്നു പോവില്ലേ? ഇല്ലേ? ഇത്രയും നാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിച്ചും ഈ പറഞ്ഞ പോലെ തലമുറകൾ കഴിഞ്ഞാലും അതെങ്ങനെ മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കില്ലേ? ഇത് ഈ യുദ്ധങ്ങളുടെ ഒരു രീതിയാണ്. ഇപ്പം ഞാൻ യുദ്ധത്തിലും ദുരന്തത്തിലും കൈകാര്യം ചെയ്യുന്ന ആളാണല്ലോ. നമ്മൾ വാസ്തവത്തിൽ ഇപ്പോൾ യുദ്ധത്തിൽ മരിച്ച ആളുകളുടെ എണ്ണം, ദുരന്തത്തിൽ മരിച്ച ആളുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദുരന്തത്തിൽ മരിച്ച ആളുകളുടെ എണ്ണമാണ് പലപ്പോഴും കൂടുതൽ. ഇപ്പോൾ സുനാമി ഉണ്ടായി 2004. ഒരു ദിവസം കൊണ്ട് 2,60,000 ആളുകളാണ് സുനാമിയിൽ മരിച്ചത്. പക്ഷേ ഒരു 10 വർഷം കഴിയുമ്പോൾ അതിൻ്റെ മെമ്മറി സൊസൈറ്റിയുടെ മനസ്സിൽ നിന്ന് കംപ്ലീറ്റ് അങ്ങ് പോകും. ജീവിതം പഴയതുപോലെ തന്നെ അങ്ങ് ആയി മാറും. പക്ഷേ ഒരു 2,000 ആളുകൾ എങ്കിലും മരിച്ചൊരു യുദ്ധമാണ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്
സൊസൈറ്റിയുടെ മെമ്മറിയിൽ നിന്ന് പോകില്ല. അപ്പോൾ നമ്മളുടെ തന്നെ ചരിത്രം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നാം പാനിപ്പട്ട് യുദ്ധം, രണ്ടാം പാനിപ്പട്ട് യുദ്ധം, കുളച്ചൽ യുദ്ധം, പ്ലാസി യുദ്ധം എന്നൊക്കെ പറഞ്ഞുള്ള എല്ലാ യുദ്ധങ്ങളും നമ്മളുടെ ചരിത്രത്തിലുണ്ട്, നമ്മളുടെ മെമ്മറിയിലുണ്ട്. കാശ്മീരിലെ യുദ്ധം, ചൈനയിലെ യുദ്ധം, ഇതെല്ലാം നമ്മുടെ സൈക്കിൽ ഇങ്ങനെ കിടക്കുകയാണ്. അതേസമയം ആ കാലഘട്ടത്തിലുണ്ടായ എത്രയോ ദുരന്തങ്ങൾ, പുൽവാമ അറ്റാക്ക് വരെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും നമ്മൾ കിടക്കുകയാണ്. അതിന്റെ പേരും പറഞ്ഞുകൊണ്ടല്ലേ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. അത് ക്രിക്കറ്റ് മാച്ചിനെ അഫക്റ്റ് ചെയ്യുന്നു, മറ്റുള്ളതിനെ അഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് ആ ഒരു മനുഷ്യ സൊസൈറ്റിയുടെ ഒരു വിഷയമാണ്. അപ്പോൾ ഈ പലസ്തീൻ പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ പോലെ 48-ൽ തുടങ്ങിയതല്ലല്ലോ. ഈ 1000 വർഷം പഴയതായിട്ട് കിടക്കുന്നൊരു വലിയൊരു ലെഗസിയുടെ ഭാഗമായി കിടക്കുന്ന ഒരു ഇതിൻ്റെ കണ്ടിന്യൂമാണ് ഇത് കിടക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും പുതിയൊരു വിഷയം ഉണ്ടാകുന്നു. അത് അടുത്ത 2 തലമുറയിൽ നിലനിൽക്കുന്ന തരത്തിൽ കണ്ടിന്യൂ ചെയ്യുന്നു. അതിൻ്റെ ഇടയിൽ വീണ്ടും ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നു. ഇതൊരു നിർഭാഗ്യകരമായൊരു സാഹചര്യമാണ്. അപ്പോൾ സുരേഷ് പറഞ്ഞത് ശരിയാണ്. ആ മുറിവുകൾ അങ്ങനെ കെട്ടിടങ്ങൾ തിരിച്ചു വന്നാലും ആ മുറിവുകൾ അങ്ങനെ ഉണങ്ങുന്നൊരു ഇതല്ല. അത് അത്ര എളുപ്പമല്ല. പക്ഷെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ അത് ചരിത്രപരമായിട്ട് സാധ്യമാണ്. അപ്പോൾ നമ്മൾ അന്ന് സൂചിപ്പിച്ച് നമ്മൾ ജർമ്മനിയിൽ വന്നല്ലോ. അപ്പോൾ ജർമ്മനിയും അതിൻ്റെ ചുറ്റുമുള്ള രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെത്രമാത്രം എത്രമാത്രം യുദ്ധം ചെയ്ത് എത്രമാത്രം ആളുകളെ കൂട്ടക്കൊല ചെയ്ത സ്ഥലങ്ങളാണ്. ഇപ്പോൾ ഒരു രാജ്യവും മറ്റൊരു രാജ്യവും നമ്മൾ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ അതിർത്തികൾ ആൾക്കും എങ്ങോട്ടും നടന്നു പോകാൻ പറ്റുന്ന തരത്തിലാകാനായിട്ട് പറ്റും. ജപ്പാനും അമേരിക്കയും. അതെ, ജപ്പാനും ചൈനയും. അപ്പം ഇതെല്ലാം മനുഷ്യനാ ഫോർഗിവിങ് പോസിബിളാണ്. പക്ഷെ അതിനുള്ളൊരു സ്പേസ് നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇവിടെ ഈ പാലസ്തീൻ്റെയും ഇസ്രായേലിൻ്റെയും ഇടയ്ക്ക് റിലീജിയൻ ഒരു പ്രശ്നമായി നിൽക്കുന്നതുകൊണ്ടാണോ ഇത് നടക്കാൻ സാധിക്കാത്തത്? എൻ്റെ ഒരു വിശ്വാസം ഇതിൻ്റെ ഇങ്ങനെയുള്ള പല കോൺഫ്ലിക്റ്റുകൾ നമുക്ക് പ്രത്യക്ഷമായിട്ട് തോന്നുന്ന ചിലപ്പോൾ റിലീജിയൻ ആയിരിക്കും. പക്ഷേ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്നത് റിലീജിയൻ പലപ്പോഴും ആയിരിക്കണമെന്നില്ല. ഏതെങ്കിലും ഒരു ഐഡിയോളജിക്കലായിട്ടുള്ളൊരു ഒരു ഫിഷർ എവിടെയെങ്കിലും ഉണ്ടാകും. അത് പല കാരണം കൊണ്ട് ആ വിടവങ്ങനെ കൂടി വരും. പലപ്പോഴും ആ പ്രശ്നം ഇപ്പോൾ പലസ്തീൻ പ്രശ്നം എന്ന് പറയുന്നത് അവിടെയുള്ള ആളുകളുടെ മാത്രം ഒരു വികാരമല്ല. ലോകത്ത് എവിടെയുമുള്ള മുസ്ലിങ്ങളുടെ പ്രത്യേകിച്ചും ആളുകളുടെ പൊതുവിലുമുള്ളൊരു അത് മുതലെടുക്കുന്ന രാഷ്ട്രീയക്കാർ. അതെ. അപ്പോൾ അനുഭവിക്കുന്നത് അവിടെയുള്ള ആളുകളാണെങ്കിൽ പോലും അതിൻ്റെ ആ ഒരു സെറ്റിൽമെന്റ് എഗ്രി ചെയ്യണമെങ്കിൽ മച്ച് ബിയോണ്ട് ആയിട്ടുള്ള ആളുകൾ എഗ്രി ചെയ്യേണ്ട ഒരു ആവശ്യകത വരും. മറ്റുള്ള സ്ഥലങ്ങളിൽ ഒരു പക്ഷേ ആ സ്ഥലങ്ങളിലുള്ള ആളുകൾ തന്നെ അങ്ങ് എഗ്രി ചെയ്താൽ അതങ്ങ് തീർന്നു. അതായിരിക്കാം ഒരു പക്ഷേ ആ മറ്റുള്ള സ്ഥലങ്ങളിൽ ആ പീസ് തിരിച്ചു വരാനുള്ളൊരു കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കാശ്മീർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് അതിൻ്റെ പാരലായിട്ട് കാണാൻ സാധിക്കും. അവർ മാത്രം എഗ്രി ചെയ്താലുള്ളതല്ലോ, ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകളുടെയും ഒരു സെൻറ്റിമെൻ്റ് ആണല്ലോ കാശ്മീർ എന്ന് പറയുന്നത്, സെയിം മറ്റു വശത്ത്. അപ്പം അതുകൊണ്ട് പലപ്പോഴും ആ പ്രശ്നം ആ ജോഗ്രഫിയിൽ മാത്രം തീരുന്നൊരു പ്രശ്നമാണ് അല്ല. അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ പ്രോബ്ലംസ് എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള യുദ്ധങ്ങളും മറ്റൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. ഇനി ഒഴിവാക്കാൻ സാധിക്കാത്ത ദുരന്തങ്ങളാണ് പ്രശ്നങ്ങളാണ് നമ്മുടെ പ്രകൃതിക്ഷോഭങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഒരു ഉരുളുപൊട്ടൽ, അല്ലെങ്കിൽ ഒരു ചുഴലിക്കാറ്റ്, അല്ലെങ്കിൽ ഒരു സുനാമി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത, അല്ലെ നമുക്ക് ഒരു ഫിസിക്കൽ ഒരു നമ്മുടെ ഒരു കൈകടത്തലുകൾ കൊണ്ടൊന്നും നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റാത്ത കാര്യമാണ്. അതിൻ്റെ വഴിക്ക് ഇങ്ങനെ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാനായിട്ട്, അല്ലെങ്കിൽ ആ വരുന്ന പ്രകൃതി ദുരന്തങ്ങളെ മറികടക്കുന്നതിന് വേണ്ടി നമ്മൾ മനുഷ്യൻ്റെ ബുദ്ധി വെച്ച് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. അതിനകത്ത് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു സുനാമി വരികയാണെങ്കിൽ ആ സുനാമി വരാൻ പോകുന്നു എന്നുള്ള ഒരു മുന്നറിയിപ്പ് കിട്ടുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ വയനാട്ടിലുണ്ടായ പോലെ ഒരു ദുരന്തം, ആ ഒരു ദുരന്തം വരാൻ പോകുന്നതിനെ പറ്റിയുള്ളൊരു മുന്നറിയിപ്പ് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള പല സമയത്തും ഈ മുന്നറിയിപ്പ് കിട്ടുക, അല്ലെങ്കിൽ ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വലിയൊരു ഫാക്ടറല്ലേ. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കരീബിയൻ യാത്രകൾക്കിടയിൽ എനിക്ക് 2 സമയത്ത് ഈ ഹറിക്കേൻ്റെ പ്രശ്നങ്ങൾ, ഒന്നാമത് ഞാൻ പോകുന്നത് ഹറിക്കേൻ്റെ സമയത്താണ്. എനിക്കറിയാം ഇതൊരു പ്രശ്നബാധിത സമയമാണെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് ആ സമയത്ത് ട്രാവൽ ചെയ്യാൻ എൻ്റെ സാഹചര്യം അനുവദിച്ചുള്ളൂ. പിന്നെ ഒരു സ്ഥലത്ത് എനിക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഹറിക്കെയിൻ വന്നില്ലെങ്കിലും എനിക്ക് ഒരു നല്ലൊരു വിൻഡ്, ഒരു ടെറിബിൾ വിൻഡ് ഹറിക്കെയിനായിട്ട് മാറിയില്ല എന്നുള്ളതേ ഉള്ളൂ. അത് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചു. അതിൽ തന്നെ ഞാൻ അത്യാവശ്യം ഭയന്നു പോയി.
പിന്നീട് ജമൈക്കയിലേക്ക് പോകുന്നതിന് മുമ്പാണ് മെലീസ വന്നത്. അപ്പോൾ എനിക്കത് മിസ്സായി. അതായത് ആ ഒരു എനിക്ക് അവിടെ പോയിരുന്നെങ്കിൽ എനിക്ക് ഉടനെയൊക്കെ തിരിച്ചു വരാൻ പോലും പറ്റില്ലായിരുന്നു. കാരണം കംപ്ലീറ്റ് ആ രാജ്യം വാനിഷ് ആയ രീതിയിലേക്ക്, നല്ല രീതിയിലേക്ക് എനിക്ക് തോന്നുന്നു ഗ്രേഡ് 5 ഒക്കെ ആയി തോന്നുന്നു. നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ സെയിൻറ്റ് മാർട്ടിൻ എന്ന് പറഞ്ഞ ഒരു ദ്വീപിൽ നിൽക്കുകയാണ് ഈ ഒരു ജെറി എന്ന് പറഞ്ഞ പേരിലുള്ള ഒരു സ്റ്റോം വന്നത്. അപ്പോൾ അവിടെ ആ സമയത്ത് തന്നെ സ്റ്റോം വരാൻ പോകുന്നു കൃത്യമായിട്ടുള്ള വാണിങ്. ആ കടകളും ആളുകൾ പുറത്തിറങ്ങി റെസ്റ്റോറൻറ്റുകളും ബാക്കിയുള്ള സംഭവങ്ങളും പ്രവർത്തിപ്പിക്കേണ്ട സമയനിർദ്ദേശം, മാർഗനിർദ്ദേശങ്ങൾ, അത് എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ഇവിടെ എല്ലാം ഈ സുനാമി ഇവാക്വേഷൻ റൂട്ട്, അങ്ങനെ പല സംഭവങ്ങളൊക്കെ നമുക്ക് ഈ കരീബിയൻ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ കാണാം. പിന്നെ ചില സ്ഥലങ്ങളിൽ വോൾക്കാനിക് ഇറപ്ഷൻ ആക്ടിവിറ്റീസ് ഉണ്ടാകുന്ന സ്ഥലമാണ്. ഇപ്പം സെയിൻറ്റ് വിൻസെൻ്റ് ആൻഡ് ഗ്രനഡൈൻസ് പോലെയുള്ള രാജ്യങ്ങളിൽ ഇപ്പോഴും ബോയിലിംഗ് വോൾക്കാനോസ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ ഈ പ്രകൃതി ദുരന്തങ്ങളെ ഭയങ്കരമായിട്ട് നേരിടുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ ഇവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന പല സംഭവങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണോ നമ്മുടെ വയനാട്ടിലെ ദുരന്തമൊക്കെ ഉണ്ടായത്? പ്രകൃതി ദുരന്തത്തിൻ്റെ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് 2 ലെവലിലുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇപ്പോൾ സുജിത്ത് പറഞ്ഞ പോലെ ഷോർട്ട് ടൈം ആയിട്ടുള്ള ഒരു ദുരന്തം വരാനായിട്ട് പോകുന്നു. 24 മണിക്കൂർ 48 മണിക്കൂർ മുൻപ് ഇൻഫർമേഷൻ ശാസ്ത്രീയമായി നമ്മൾ അറിയുന്നു. അത് നമ്മളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ അതിന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആക്ഷൻസ്, ഇവാക്വേഷൻ ആകാം, അല്ലെങ്കിൽ വീടുകളുടെ വിൻഡോസ് ക്ലോസ് ചെയ്യുന്നതാകാം, പ്രൊവിഷൻസ് അക്യുമുലേറ്റ് ചെയ്യുന്നതാകാം, ഇലക്ട്രിസിറ്റി കൺസർവ് ചെയ്യുന്ന, അങ്ങനെ പല തരത്തിലുമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതാണ്. അത് പ്രോഗ്രസീവായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നൊരു ശാസ്ത്ര ശാഖയാണ്. ആൻഡ് ഇൻക്രീസിംഗ്ലി ഗെറ്റിംഗ് ബെറ്റർ സൈക്ലോണിൻ്റെ കാര്യത്തിലല്ല. രണ്ടാമത്തേതെന്ന് പറയുന്നത് വളരെ ലോങ് ടൈം ആയിട്ട്, അതായത് ഈ ദുരന്തങ്ങളുടെ ഒരു രീതി എന്താണെന്ന് പറയുകയാണെങ്കിൽ അത് സൈക്ലിക്കലാണ്. ഒരിക്കൽ ഇപ്പോൾ കരീബിയൻ പറഞ്ഞല്ലോ, കരീബിയൻ എന്ന് പറഞ്ഞാൽ ഹരിക്കെയിൻ സീസൺ എന്ന് പറയുന്നൊരു ഇത് തന്നെയുണ്ട്. അവർക്കറിയാം എല്ലാ വർഷത്തിലും എവിടെയെങ്കിലുമൊക്കെ ഹരിക്കെയിൻ ഉണ്ടാകും. ഇപ്പോൾ വിശാഖപട്ടണത്തും കൊണാർക്കിലും പുരിയിലും സ്ഥിരം ഹരിക്കെയിൻ വരുന്ന സ്ഥലമാണ്. നമ്മൾ ഹരിക്കെയിൻ അല്ലേ പറയുന്നത്? നമ്മൾ സൈക്ലോൺ പറയുന്നത്. ഹരിക്കെയിൻ എന്ന് പറയുന്നത് അറ്റ്ലാന്റിക് അല്ല, അവിടെയാണ് ഓഷ്യനിലുള്ള ഹരിക്കെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കൊരു ഹരിക്കെയിൻ സീസൺ ഉണ്ട്. അതെ. അപ്പോൾ നമുക്കറിയാം ഇത് ഹരിക്കെയിൻ വരുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും ചിന്തിക്കണം. അതായത് പെട്ടെന്ന് ഇവാക്വേഷൻ അല്ല അവിടുത്തെ വിഷയം. നമ്മൾ എവിടെ വീട് വെക്കണം, ഏത് തരത്തിൽ വീട് വെക്കണം, എവിടെ ഇൻഫ്രാസ്ട്രക്ചർ കെട്ടിപ്പിക്കണം, അത് ഏത് ലെവൽ ഓഫ് വിൻഡിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഇതുണ്ടായിരിക്കണം എന്നുള്ളതില്ല. അപ്പോൾ ഈ ഡിസാസ്റ്റർ കോൺഫ്ലിക്റ്റ് തമ്മിൽ ഞാൻ ആദ്യം പറഞ്ഞൊരു മാറ്റം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ കോൺഫ്ലിക്റ്റിൻ്റെ യുദ്ധങ്ങളുടെ ഓർമ്മ നമ്മൾ 1000 വർഷം കണ്ടിന്യൂ ചെയ്യും ഒരു സമൂഹം. ഡിസാസ്റ്ററിൻ്റെ മെമ്മറി നമ്മൾ ഒരു തലമുറ, അതായത് 30 വർഷമാണ് കണ്ടിന്യൂ ഉള്ളത്. അത് കഴിയുമ്പോൾ നമ്മളതങ്ങ് മറന്നു. ഓക്കെ. അപ്പോൾ തന്നെ 2018 നമുക്ക് ഫ്ലഡ് ഉണ്ടായ അതേ തരത്തിലുള്ള ഫ്ലഡ് നമുക്ക് 1923 ഉണ്ടായിരുന്നു. എൻ്റെ തലമുറയൊക്കെ അതിന് 99 വെള്ളപ്പൊക്കം എന്നാണ് പറയുന്നത്. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ആളുകൾ 1923 2018 അത് മറ്റേ കൊല്ലവർഷം 1099 ആയിരുന്നു. അതുകൊണ്ടാണ് അതിനെ 99 വെള്ളപ്പൊക്കം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം എൻ്റെ ചെറുപ്പകാലത്തൊക്കെ എല്ലാവരും ഒരു റെഫറൻസ് പോയിന്റ് ആയിട്ട് 99 വെള്ളപ്പൊക്കം എന്ന് പറയും. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ അത് ആളുകൾ അങ്ങ് മറന്നുപോയി. 2018 വെള്ളപ്പൊക്കത്തിലായിരുന്നു എൻ്റെ കല്യാണം. ആയിരുന്നു. അത് ശരി, അതെനിക്ക് റെഫറൻസ് പോയിന്റ് ആണ്. അതെ. പക്ഷെ ഒരു 10 വർഷം നമ്മളതിനെ പറ്റി പറയും. പക്ഷെ അത് കഴിയുമ്പോൾ അതങ്ങ് മറന്നുപോകും. അപ്പോൾ ഞങ്ങൾ എപ്പോഴും പറയുന്നത് ഈ ഷോർട്ട് ടൈം ആയിട്ടുള്ള ഫോർകാസ്റ്റുകൾ അത് തീർച്ചയായിട്ടും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതിൻ്റെ സാങ്കേതികവിദ്യ, ഇപ്പോൾ ഹരിക്കെയിൻ വരുന്നതിൻ്റെ മുന്നറിയിപ്പുകൾ, സുനാമി വരുന്നതിൻ്റെ മുന്നറിയിപ്പുകൾ, ഇതെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ബെസ്റ്റായിട്ടുള്ള സയൻസ് ഉപയോഗിക്കണം. അതനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാനായിട്ട് ആളുകളെ പ്രിപ്പയർ ചെയ്യാൻ വേണം. പക്ഷേ അതിലും കൂടുതൽ പ്രാധാന്യമുള്ളത് ഈ ലോങ് ടൈം ആയിട്ട് ഓരോ തരം ജോഗ്രഫിക്കൽ ഏരിയകളിലും ഏതൊക്കെ തരത്തിലുള്ള ദുരന്ത സാധ്യതകളാണുള്ളത്. ഇപ്പോൾ വോൾക്കാനോ എന്ന് പറയുന്നത് പലപ്പോഴും 500 വർഷത്തിലൊരിക്കലായിരിക്കും വോൾക്കാനോ ഉണ്ടാകുന്നത്. പക്ഷേ 500 വർഷം ഉണ്ടായില്ല എന്നുള്ളതിൻ്റെ അർത്ഥം 501ാമത്തെ വർഷം ഉണ്ടാവില്ല എന്നുള്ളതല്ല. ഓൾമോസ്റ്റ് സർട്ടൻ ആയിട്ട് അത് ഉണ്ടാകും എന്നുള്ളത്. അപ്പോൾ വോൾക്കാനോയുടെ തൊട്ടടുത്ത് തന്നെ ആളുകൾ പോയി താമസിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സം പീപ്പിൾ ആർ ഗോയിങ് ടു ഡൈ. വെദർ ദേ വിൽ ഡൈ നൗ ഓർ 100 years from now, this we don't know. ഇപ്പോൾ ജപ്പാനിൽ സുനാമി സ്ഥിരമായിട്ടുണ്ടാകുന്ന ഒന്നാണ്. പക്ഷെ ഒരു സുനാമി കഴിഞ്ഞ് അടുത്ത സുനാമി വരുമ്പോഴത്തേക്കും ചിലപ്പോൾ 100, 200, 500 വർഷമായി കാണും.
അപ്പോൾ സൊസൈറ്റി ഇത് മറന്നു പോകും ഈ ഒരു സുനാമി ഉണ്ടായി എന്നുള്ളതിന്. അപ്പോൾ ജപ്പാനിൽ മാത്രമുള്ള ഒരു കാര്യമുണ്ട്. ജപ്പാനിൽ ഒരു സുനാമി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആ ലാസ്റ്റ് പോയിന്റിൽ നിറയെ സുനാമി സ്റ്റോൺസ് എന്ന് പറയുന്നൊരു സ്റ്റോൺ കുഴിച്ചിടും. അതൊരു തലമുറ അടുത്ത തലമുറയ്ക്ക് നൽകുന്ന മുന്നറിയിപ്പാണ്. അതായത് ഈ പോയിന്റ് വരെ സുനാമി വന്ന പ്രദേശമാണ്, ഈ പ്രദേശത്തിനും കടലിനും ഇടയ്ക്ക് വീട് വെച്ചാൽ അത് അടുത്ത സുനാമിയിൽ മുങ്ങിപ്പോകും. അത് ചിലപ്പോൾ 500 വർഷത്തിന് ശേഷമായിരിക്കും. അപ്പം അങ്ങനെ ഒരു സുനാമി സ്റ്റോൺ ഉണ്ടെങ്കിൽ ദെൻ പീപ്പിൾ വിൽ ബി മോർ കെയർഫുൾ. അതാണ് ആ നൽകുന്നത്. പക്ഷേ ഈ ഒരു രീതി നമുക്കില്ല. അപ്പം എൻ്റെ ആദ്യത്തെ റിക്വസ്റ്റ് എന്ന് പറയുന്നത്, കേരളത്തിൽ ഏതൊക്കെ ദുരന്ത സാധ്യതകളുണ്ടോ, ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അതിനെപ്പറ്റിയുള്ളൊരു കോൺഷ്യസ് അറിവ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിലായിട്ട് കൊടുക്കണം. ഇപ്പോൾ 2018 എവിടെയൊക്കെ നമുക്ക് വെള്ളം കയറി എന്നുള്ളത് ഇന്ന് നമുക്കറിയാം. 20 വർഷം കഴിയുമ്പോൾ ആളുകളത് ഓർക്കില്ല. അവിടെ നമ്മൾ പോയി വീട് വയ്ക്കും, അതിൽ വീണ്ടും വെള്ളം കയറും. ബിക്കോസ് ദിസ് ഫ്ലഡ് ഈസ് ഗോയിങ് ടു കം ബാക്ക്. ഫ്ലഡ് വന്ന സമയത്ത് ഞങ്ങളുടെ പത്തനംതിട്ട ഭാഗത്തൊക്കെ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായത്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഭയങ്കരമായിട്ട് റിയൽ എസ്റ്റേറ്റ് താന്നു. പ്രത്യേകിച്ച് ആറിൻ്റെ സൈഡിലൊക്കെയുള്ള സ്ഥലത്തിനൊക്കെ വില കുറഞ്ഞു, അങ്ങനെ ഭയങ്കരമായിട്ട് താന്നു. ഇപ്പോൾ ഡബിൾ ആയിട്ടുണ്ട് പ്രൈസ്. അതെ ഞാൻ ആ കാലത്ത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, അതായത് ഈ വെള്ളം കയറിയ സ്ഥലങ്ങളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണമെന്ന്. പക്ഷേ ജനങ്ങൾ അതിനെ ശക്തമായിട്ട് എതിർത്തു. കാരണം അങ്ങനെ മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ സ്ഥലത്തിൻ്റെ വില കുറയുമല്ലോ. പക്ഷെ അതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ കുട്ടികൾക്ക് വലിയ വിലയ്ക്ക് വാങ്ങി വെക്കുന്നത് എന്താണ്, ഒരു റിസ്ക്കാണ്. അപ്പോൾ അത് ദിസ് ഈസ് ദ ബിഗർ പിക്ചർ. അതായത് ലോങ് ടേം ആയിട്ട് ഏതൊക്കെ ഡിസാസ്റ്റർ പോസിബിൾ ആണോ, അതെവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ അത് മാർക്ക് ചെയ്തിട്ട് വേണം നമ്മുടെ എല്ലാ ഡെവലപ്മെൻറ്റ് പ്ലാനിങ്ങുകളും തയ്യാറാകാനായിട്ട്. ദിസ് എ ബിഗ് പിക്ചർ. ദെൻ യു ഹാവ് ദ സ്മോൾ പിക്ചർ ലൈക്ക് വാട്ട് ഹാപ്പൻഡ് ഇൻ മുണ്ടക്കൈ. ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത് പൊതുവെ പ്രൊഡിക്റ്റ് ചെയ്യാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. മഴ നമുക്ക് ഫ്ലഡ് ചെയ്യാൻ എളുപ്പമാണ്, പ്രിഡിക്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. സൈക്ലോൺ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ ആ മഴയുടെ ഒരു സെക്കൻഡറി ഇമ്പാക്റ്റ് ആണല്ലോ ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ മഴ ഒരു ഹിൽ സൈഡിനെ ഇമ്പാക്റ്റ് ചെയ്യുമ്പോഴാണ് അതൊരു ലാൻഡ് സ്ലൈഡായിട്ട് മാറുന്നത്. അപ്പോൾ ആ ഹിൽ സ്ലൈഡിൻ്റെ ചില പ്രോപ്പർട്ടികളും കൂടി അതിൽ ഇൻവോൾവ് ആണ്. അശാസ്ത്രീയമായ നിർമ്മാണമൊക്കെ അതിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണോ? തീർച്ചയായിട്ടും ഇമ്പാക്ട് ചെയ്യുന്ന കാര്യമാണ്, ഉറപ്പായിട്ട്. മുണ്ടക്കയിലെ കാര്യം അതല്ല. അപ്പോൾ പണ്ട് ഗാഡ്ഗിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ടതല്ലേ? അല്ല, അതിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ പറ്റിയിട്ട് എൻ്റെ മനസ്സിലെങ്കിലും യാതൊരു സംശയമില്ല. നമുക്കതിലേക്ക് വരാം. അശാസ്ത്രീയമായ നിർമ്മാണങ്ങളെല്ലാം തന്നെ, റോഡ് നിർമ്മാണമാണെങ്കിലും ക്വാറി ആണെങ്കിലും വീടാണെങ്കിലും, ഇതെല്ലാം തീർച്ചയായിട്ടും ഈ ഡിസാസ്റ്ററിൻ്റെ സാധ്യതയെ കൂട്ടുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ അവർ റിസോർട്ട് നിർമ്മാണം മാത്രമേ കുറ്റമായിട്ട് കാണുന്നുള്ളൂ. അവിടെ പണിയുന്ന വീടുകളൊന്നും കുറ്റമായിട്ട് ആരും കാണുന്നില്ല. അപ്പോൾ അതിൽ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ, നമ്മൾ ഇപ്പോൾ ലാൻഡ് സ്ലൈഡ് ഉള്ള സ്ഥലത്ത് വീടുകൾ വയ്ക്കില്ല എന്നുള്ളതല്ല. പക്ഷേ ഏത് തരത്തിലുള്ള വീടുകളാണ് വയ്ക്കുന്നത്? ഇപ്പോൾ സ്വിറ്റ്സർലാൻഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് വീടുണ്ടാക്കുന്നത്? മരം കൊണ്ടാണ് വീടുണ്ടാക്കുന്നത്. പക്ഷെ നമ്മൾ കേരളത്തിൽ എവിടെയും വീടുണ്ടാക്കുന്നത് വളരെ ഹെവി ആയിട്ടുള്ള കോൺക്രീറ്റും ഇഷ്ടികം വെച്ചിട്ടാണ്. അതായിരിക്കില്ല ചിലപ്പോൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്. 100 വർഷത്തേക്കുള്ള വീടായിരിക്കില്ല ഒരുപക്ഷെ മലയിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ വെയിറ്റ് കുറഞ്ഞ ഇതാവാം, ടെമ്പററി സ്ട്രക്ചേഴ്സ് ആവാം, അങ്ങനെ പല പോസിബിലിറ്റീസ് നമുക്കുണ്ട്. പക്ഷേ ആ തരത്തിൽ നമ്മുടെ ബിൽഡിംഗ് കോഡുകൾ നമ്മൾ മാറിയിട്ടില്ല. ഇപ്പം മുണ്ടക്കയിൽ പ്രത്യേകിച്ച് ഉണ്ടായ ഒരു സാഹചര്യത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവിടെ ഈ ഹ്യൂമൻ ആക്ടിവിറ്റി കൊണ്ടുള്ളൊരു പ്രശ്നമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. അവിടെ വാസ്തവത്തിൽ വളരെ ഈ പെർഫെക്റ്റ് സ്റ്റോം എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്നൊരു സാഹചര്യമാണ് അൾട്ടിമേറ്റായിട്ട് തന്നെ അനാലിസിസ് പറയുന്നത്. ആദ്യമായിട്ടൊരു ചെറിയൊരു ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നു. ആ ലാൻഡ് സ്ലൈഡ് മലയിലുള്ള മരങ്ങളുടെ ഇടയിൽ കിടന്ന് സ്റ്റക്കായിട്ട് ഒരു ഡാം പോലെ ഫോം ചെയ്തിട്ട് ആ ഡാം മൊത്തമായിട്ട് പൊട്ടി ഒഴുകിയിട്ടാണ് എത്രമാത്രം ട്രമൻഡസ് ഇമ്പാക്റ്റിൽ രണ്ടാമത്തേത്. പക്ഷേ അവിടെ പോലും നമുക്ക് കേരളത്തിൻ്റെ ഏരിയയുടെ 13% ലാൻഡ് സ്ലൈഡ് പ്രോൺ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ മഴക്കാലത്തും വളരെ ഇൻറ്റൻസീവായിട്ട് മഴ കണ്ടിന്യൂസ് ആയിട്ട് പെയ്യുന്ന സമയങ്ങളിൽ അവിടെ ഒരു ഇവാക്വേഷൻ്റെ ഒരു ആവശ്യകതയുണ്ട്. ഇപ്പോൾ മുണ്ടക്കൈ പ്രദേശങ്ങൾ അത് വാസ്തവത്തിൽ ഇവാക്വേഷൻ നോട്ടീസ് പല സ്ഥലങ്ങളിൽ കൊടുത്തിരുന്നു. പല ആളുകളും മാറി. അതിൻ്റെ കുറച്ച് ബെനിഫിറ്റ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ കുഴപ്പം എന്താ പറഞ്ഞാൽ, ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം സ്വിറ്റ്സർലാൻഡിലൊരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായി. 2 മാസമാണ് ആളുകൾക്ക് മാറി വയ്ക്കേണ്ടി വന്നത്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ പ്രായോഗികമല്ല. ഓരോ മഴക്കാലത്തും ഈ നമ്മളുടെ 13% സ്ഥലങ്ങളിലുള്ള ആളുകൾ അവിടെ നിന്ന് മാറിക്കുക എന്നുള്ള പ്രായോഗികമല്ല. അപ്പോൾ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള, കുറച്ചും കൂടി ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രഡിക്ഷൻ മെക്കാനിസത്തിൻ്റെ ഒരു ആവശ്യകത നമുക്ക് ഉണ്ട്. നമുക്ക് അത്രമാത്രം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്മളുടെ ഓരോ കുന്നിൻ പ്രദേശങ്ങളും
ലോക്കലൈസ്ഡ് ആയിട്ട് ചെയ്യാവുന്ന ഒരു പ്രഡിക്ഷൻ നമുക്ക് ഇനിയും ലഭ്യമായിട്ടില്ല. അതിൻ്റെ ഒരു ആവശ്യകത നമുക്ക് തീർച്ചയായിട്ടും ഉണ്ട്. സാങ്കേതിക വിദ്യകൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹോപ്പ്ഫുള്ളി തിങ്സ് വിൽ ഗെറ്റ് ബെറ്റർ. പക്ഷേ അത് ലാൻഡ്സ്ലൈഡ് മാത്രമല്ല, ഇപ്പോൾ അർബൻ ഏരിയയിൽ ഉണ്ടാകുന്ന ഫ്ലാഷ് ഫ്ലഡ് അതുപോലെ തന്നെയൊരു വിഷയമാണ്. നമ്മൾ ഇപ്പോൾ എറണാകുളത്തുണ്ടാകുന്നു, കാഞ്ഞിരപ്പള്ളിയിലുണ്ടായി, നിലമ്പൂരുണ്ടായി. ഇത് ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിലെല്ലാം തന്നെ വളരെ വേഗത്തിൽ ഫ്ലഡിങ്ങൾ ഉണ്ടാവുകയാണ്. എഗെയിൻ നമ്മൾക്ക് ബിഗ് പിക്ചർ ഉണ്ടാവും, പക്ഷേ ഒരു ലോക്കലൈസ്ഡ് ആയിട്ടുള്ളൊരു പിക്ചർ നമുക്ക് പലപ്പോഴും ഇല്ല. അപ്പോൾ നമ്മളുടെ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സംവിധാനങ്ങളിൽ ഈ ശാസ്ത്രീയമായിട്ടുള്ള മുന്നറിയിപ്പുകൾ വളരെ ലോക്കൽ ലെവലിലേക്ക് വരുന്ന ഒരു സംവിധാനം കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഐ തിങ്ക് വിൽ ബി ലോട്ട് മോർ സേഫർ. ശരിക്കും ഇപ്പോൾ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ 2022 എനിക്കൊരു പുതിയൊരു അസൈൻമെൻറ്റ് UN തന്നെ ലഭിച്ചു. അതായത് 2020 സൗദി അറേബ്യ ആയിരുന്നു G20 നേഷൻസിൻ്റെ പ്രസിഡൻസി ഏറ്റെടുത്തത്. അപ്പോൾ സൗദി അറേബ്യ ദെൻ പ്രപ്പോസ് ടു ദ G20 നേഷൻസ് ദാറ്റ് ഡിഗ്രഡേഷൻ ഓഫ് ലാൻഡ് ഈസ് എ ഗ്ലോബൽ ചാലഞ്ച്. അപ്പോൾ ഫോറസ്റ്റ് ലാൻഡ് ആകാം, ഗ്രാസ് ലാൻഡ് ആകാം, വെറ്റ് ലാൻഡ് ആകാം, അഗ്രികൾച്ചർ ലാൻഡ് ആകാം. ഇതൊരു ഗ്ലോബൽ ചാലഞ്ചാണ് എന്ന് സൗദി അറേബ്യ പ്രപ്പോസ് ദാറ്റ് ടു ദി ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി, ദ G20. They agreed. So they said we should collectively work to reverse that situation. And we should restore at least 1 billion hectare of degraded land. അപ്പോൾ ഇത് ഏതാണ്ട് ചൈനയുടെ അത്രയും ഏരിയയാണ് നമ്മൾ പറയുന്നത്. ഹ്യൂജ് ആയിട്ടുള്ളൊരു ഏരിയ തിരിച്ച് 2040 ആകുമ്പോഴേക്കും തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. ലൈക്ക് ഡിഫോറസ്റ്റേഷൻ മാറ്റുക. അഗ്രികൾച്ചർ ലാൻഡിലെ ഡിഗ്രഡേഷൻ ഉണ്ട്, ഇപ്പോൾ സലനൈസേഷൻ വരുന്നതുണ്ട്, നമ്മുടെ നദികൾ വരണ്ടു പോകുന്നതുണ്ട്, തടാകങ്ങൾ ഇല്ലാതാകുന്നതുണ്ട്, കോസ്റ്റൽ ഏരിയയിലെ മാൻഗ്രോവ്സ് ഇല്ലാതാകുന്നുണ്ട്. അപ്പോൾ ഭൂമിയുടെ അത് പല കാരണം കൊണ്ടാവാം. വെള്ളം കൂടുതലുള്ളതുണ്ടാകാം, വെള്ളം കുറവുള്ളതുണ്ടാകാം, ഉപ്പ് കൂടിയതുണ്ടാകാം, മറ്റു തരത്തിലുള്ള പൊല്യൂഷൻ ഉള്ളതുണ്ടാകാം, വനം കാട്ടുതീ കൊണ്ട് നശിക്കുന്നതാകാം, ആളുകൾ തീയിടുന്നതാകാം, അല്ലെങ്കിൽ വെട്ടി നിർത്താം. വാട്ട് എവർ ഇസ് ദ റീസൺ, ലാൻഡ് ഈസ് ബീങ് ഡിഗ്രേഡഡ് ആൻഡ് ലാൻഡ് ഹാസ് ടു ബി റെസ്റ്റോർഡ്. ഇതിനു വേണ്ടിയിട്ട് ഒരു ഗ്ലോബൽ പ്രോഗ്രാം ഇനിഷ്യേറ്റ് ചെയ്യണം എന്ന് അവർ തീരുമാനിച്ചു. അപ്പോൾ 1 ബില്യൺ ഹെക്ടറാണ്. അപ്പോൾ 1 ബില്യൺ ഹെക്ടർ റെസ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോബ്ലി വി ആർ ടോക്കിംഗ് അബൌട്ട് $1.5 to $2 trillion of investment will need to go into that in the next 20 years. This was the discussion in 2020. അപ്പോൾ അത് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് സോ ദ G20 members will put that resources to make it happen. But somebody has to coordinate it. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പുതിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ സെറ്റപ്പ് ചെയ്യാനായിട്ട് ദ റിക്വസ്റ്റ് ഓഫ് ദ യുണൈറ്റഡ് നേഷൻസ്. സോ ഐ വാസ് ആസ്ക്ഡ് ടു ഗോ ആൻഡ് സെറ്റപ്പ് ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇപ്പോൾ കഴിഞ്ഞ 3 വർഷമായിട്ട് ആ G20 ഗ്ലോബൽ ലാൻഡ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന ഇനിഷ്യേറ്റീവിനെ സെറ്റപ്പ് ചെയ്യുന്ന ജോലിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ബോണിൽ ആണ് അതിൻ്റെ ആസ്ഥാനം. ബോണിൽ UN കൺവെൻഷൻ ടു കോമ്പാറ്റ് ഡെസർട്ടിഫിക്കേഷൻ. അതെ അത് തന്നെയാണ്. അതെ, അവിടെ ബോണിൽ ഒരു 25 UN ഏജൻസികളുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ UN കൺവെൻഷൻ ടു കോമ്പാറ്റ് ഡെസർട്ടിഫിക്കേഷനിൽ ഇതുപോലൊരു പുതിയ ഇനിഷ്യേറ്റീവ് സെറ്റപ്പ് ചെയ്യുന്ന ജോലിയാണ് കഴിഞ്ഞ 3 വർഷമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു ഇൻ്റർനാഷണൽ ടീം ഓഫ് പീപ്പിൾ ഉണ്ട്. സോ ഓൾ ദ സ്റ്റാഫ് മെമ്പേഴ്സ് കം ഫ്രം ഡിഫറെൻറ്റ് പ്ലേസസ്. Of course, we have a lot of consultants sitting in around the world. We have dozens of global partners working around the world. And then we are implementing activities around the world. But everything which we do has to be global in scale. അപ്പോൾ ഒരു പർട്ടിക്കുലർ രാജ്യം മാത്രമല്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ലാൻഡ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ക്ലൈമറ്റ് ചേഞ്ച് എല്ലാം മിക്കവാറും ആളുകൾക്ക് അറിയാം. എവറി ചൈൽഡ് ലേൺസ് ഇൻ സ്കൂൾ. ബയോഡൈവേഴ്സിറ്റി ഇൻക്രീസിംഗ്ലി പീപ്പിൾ നോ. പക്ഷേ ലാൻഡ് എന്ന് പറയുമ്പോൾ പീപ്പിൾ ഡോണ്ട് നോ വൈ ലാൻഡ് ഈസ് എ ബിഗ് ഇഷ്യൂ എന്നുള്ളത് കുട്ടികൾക്ക് വാസ്തവത്തിൽ അറിയില്ല. സോ വാട്ട് വി ആർ ഡൂയിങ് ഈസ് ടു ക്രിയേറ്റ് എ കൺസെപ്റ്റ് കോൾഡ് എ നേച്ചർ ലബോറട്ടറി. So every school in every country in the world would eventually have a small plot of land within that school where children will learn about the forces of nature. മഴ വരുന്നു, മഞ്ഞ് വരുന്നു, പൊടിക്കാറ്റ് വരുന്നു, സീസൺസ് മാറുന്നു. ആ സാഹചര്യത്തിൽ നമ്മളുടെ ഭൂമിയിൽ എന്താണ് മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്.
ഭൂമിയിൽ നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എന്താണ് ഫുഡ് ക്രോപ്പ്, എന്താണ് ക്യാഷ് ക്രോപ്പ്, എന്താണ് ഇൻവേസീവ് സ്പീഷീസ്, എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കാൻ വേണ്ടിയിട്ട് സോ every school eventually will have a nature laboratory, so that every child who go through the system will know what it means if the land is degraded എന്നുള്ളൊരു നോളജ് അവിടെ വരും. സോ ദിസ് വൺ എക്സാമ്പിൾ ഓഫ് ദ ടൈപ്പ് ഓഫ് തിങ് വി ആർ ഡൂയിങ്. ഓക്കെ, നമ്മൾ ഈ പ്രകൃതി വൃത്തിയായി സൂക്ഷിക്കുക, നമ്മുടെ നദികളും തോടുകളും കടലും കായലും കുളങ്ങളും എല്ലാം വൃത്തിയായി സൂക്ഷിക്കുക, നമ്മളുടെ വാട്ടർ ബോഡി വൃത്തിയായി സൂക്ഷിക്കുക, അങ്ങനെയൊക്കെ നമ്മൾ പല തരത്തിലുള്ള അവയർനെസ് കൊടുക്കുന്ന ഒരു സംഭവമായിട്ടും എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതും നമ്മൾ ഇന്ത്യ എന്നൊരു രാജ്യത്ത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനകത്ത് നമ്മുടെ ശരിക്കും എക്സാമ്പിളായിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ ഈ ഗണപതിയെ നിമജ്ജനം ചെയ്യുന്നൊരു ചടങ്ങുണ്ടല്ലോ, അതുപോലും വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. പക്ഷേ എന്നിരുന്നാലും എനിക്കത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഒരു ജലാശയത്തിലോ മറ്റോ കൊണ്ടുപോയി ഒരു സാധനം ഇട്ടിട്ട് അത് ഉപേക്ഷിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അത് വേണമെങ്കിൽ ഇന്ത്യ മൊത്തത്തിൽ ഒരെണ്ണം ചെയ്താൽ പോരെ. ഇത് ഓരോ നാട്ടിലും എല്ലാ ജലാശയത്തിലും കൊണ്ടിടുന്നു. ഇനി ഇതൊന്നും പോരാത്തതിന് യൂറോപ്പിലും അമേരിക്കയിലും ബാക്കിയുള്ള സ്ഥലത്തും അവിടെ ഈ പരിപാടികൾ ചെയ്തു തുടങ്ങുന്നു. ഇവിടെ നടത്തുന്ന ഗംഗയാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് കാനഡയിലെ നദികളിൽ ആരതി നടത്തുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ ചെയ്യുന്ന ആചാരങ്ങളെന്ന് പറഞ്ഞ പേരിൽ ചെയ്യുന്ന ദുരാചാരങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. ഏറ്റവും ഇപ്പോൾ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാ വർഷവും അതായത് ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നടന്നു വരുന്നൊരു കാര്യങ്ങളാണ്. ശബരിമലയിൽ പോകുന്ന അയ്യപ്പന്മാർ പമ്പാ സ്നാനത്തിന് ശേഷം അവരുടെ വസ്ത്രം അവിടെ ഉപേക്ഷിക്കുന്ന ഒരു ചടങ്ങ് പുതിയതായിട്ട് തുടങ്ങിയതാണ്, പുത്തനാ, റീസെൻ്റാ. അത് ശരിക്കും കുറേയൊക്കെ ആദ്യം ദേവസ്വം ബോർഡ് അവിടെ ഇതൊരു ആചാരമല്ല എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെച്ചു എന്നുണ്ടെങ്കിലും പിന്നീട് അത് ആ വസ്ത്രം എടുക്കുന്നതിന് വേണ്ടി അവിടെ ടെൻഡർ കൊടുത്ത് ഏജൻസികളെ ഏൽപ്പിച്ചു. ഇപ്പോൾ അതൊരു ബിസിനസ്സായി മാറി. അപ്പോൾ ഏജൻസിയെ വസ്ത്രം എടുക്കുന്നതിന് വേണ്ടി ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി വെക്കുമ്പോഴത്തേക്കിനും ഏജൻസി അവിടെ ഒരു ബോർഡ് വെക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ അതൊരു ആചാരമായിട്ട് ഞങ്ങൾ തുടരും. അപ്പോൾ അത്തരത്തിൽ ഈ ആചാരങ്ങൾ നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കുമ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ചെയ്യേണ്ടതല്ലേ നമ്മൾ? ഇവിടെ 3 സെപ്പറേറ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സുജിത്ത് പറയുന്നത്. ഒന്നാമത്തേത് പ്രായോഗികമായിട്ട് നമ്മൾ കാണുന്നത് ഇപ്പോൾ ഗണപതി നിമജ്ജനം പോലെയുള്ള കാര്യങ്ങൾ, ഇതൊരു ആചാരത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ളതാണ്. ഇത് കാലാകാലമായിട്ട് ഉള്ളതാണ്. ഇപ്പോൾ പുതുതായിട്ട് വരുന്ന ആചാരം നമുക്ക് വിടുക, പഴയ ആചാരങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് കാലം തൊട്ടേ ഉള്ളതാണ്. പക്ഷെ അന്നും ഇന്നും തമ്മിലുള്ള മാറ്റം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ആളുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു. അതെ. അപ്പോൾ പണ്ട് ഇപ്പോൾ ബോംബെയിലൊക്കെ അറിയാമല്ലോ, ഒരു ഗണേശ് കമ്മിറ്റി ഉള്ള സ്ഥലത്ത് ഇന്ന് 100 കമ്മിറ്റി ഉണ്ട്. അന്ന് നമ്മളുടെ വെൽത്ത് വളരെ കുറവായിരുന്നു. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ പരഫർണാലിയും വളരെ ചെറുതായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. നമ്മളുടെ ഓരോരുത്തരുടെ വെൽത്ത് അനുസരിച്ച് ഗണേശിൻ്റെ വലുപ്പം എല്ലാം കൂടി, എണ്ണം കൂടി. നമ്മളുടെ ബോംബെയിലാണെങ്കിൽ കടലാണ്. പക്ഷെ നോർത്ത് ഇന്ത്യയിൽ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നദികളിൽ ഇറിഗേഷന് വേണ്ടി വെള്ളം മുഴുവൻ വലിക്കുന്നുണ്ട്, നദിയിൽ വെള്ളം പോലും ഇല്ലാതെയാവുന്നു. അപ്പോൾ ഈ മൊത്തം നദിയുടെ ക്യാരിയിങ് കപ്പാസിറ്റിയുടെ വളരെ മുകളിലായി നമ്മളുടെ ഈ ആചാരം കൊണ്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള പ്രശ്നം ഈ ആചാരം മാത്രമല്ല, നമ്മൾ ഈ കാലത്തിൽ പരിസ്ഥിതിക്കുണ്ടായ മാറ്റം അനുസരിച്ച് നമ്മൾ ആചാരത്തിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഇത് നമ്മളുടെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യത്തിൽ ഇതൊരു സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു വിഷയം കൂടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ റിലീജിയസ് ആയിട്ടുള്ള ആളുകൾ, പക്ഷെ അവരും പറഞ്ഞാൽ മനസ്സിലാക്കുന്ന കാര്യം തന്നെയാണ്. അവരോട് പറയണം, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഏത് ഗംഗയാണോ നമ്മൾ ആരാധിക്കുന്നത് ആ ഗംഗ തന്നെയാണ് നമ്മൾ മലിനമാക്കുന്നത്. അതുകൊണ്ട് ഈ ആചാരങ്ങൾ നമുക്ക് മോഡിഫൈ ചെയ്ത് ഇത് സിംബോളിക്കായിട്ട് ചെയ്യുക, വലിപ്പം കുറവായിട്ട് ചെയ്യുക, കളക്റ്റീവായിട്ട് ചെയ്യുക, അങ്ങനെ പല തരത്തിൽ നമുക്കതിനെ ചെയ്യാനായിട്ട് സാധിക്കുമല്ലോ. ഗണപതിയിൽ തന്നെ ഗണപതി വലിപ്പം കൂട്ടി കൊണ്ടുപോകുന്ന ഏറ്റവും വലിയ ഗണപതി ഉണ്ടാക്കുന്നത് ആരാണ്? ഇത് ഓരോ ഹൗസിംഗ് ഇപ്പൊ ഇവിടെ ഇതാണെങ്കിൽ ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ ഗണപതി അതൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയാണ്. എന്നിട്ട് അവർ തമ്മിൽ മത്സരം. അതെ. അപ്പോൾ ഇതിൻ്റെ എല്ലാം അൾട്ടിമേറ്റ് ആയിട്ടുള്ള ക്യാരിയിങ് കപ്പാസിറ്റി എഫക്റ്റ് ചെയ്യുന്നത് ഒരു ലിമിറ്റഡ് വാട്ടർ ബോഡി. ആ വാട്ടർ ബോഡി തന്നെ വർഷാവർഷം അതിൻ്റെ വോളിയം കുറഞ്ഞു വരുന്നു. അപ്പോൾ അത് മനസ്സിലാക്കി വേണം അത് ചെയ്യാനായിട്ട്. അപ്പോൾ ആചാരങ്ങൾ മൊത്തമായിട്ട് മാറ്റമൊന്നുമില്ല. പക്ഷേ ഈ ആചാരവും പരിസ്ഥിതി നമ്മൾ ഇൻ്റർഫേസ് വരുന്ന സ്ഥലത്ത് പരിസ്ഥിതിയെ മലിനമാക്കാത്ത തരത്തിൽ ആചാരങ്ങൾ തുറന്നു പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടാകണം. ഇപ്പോൾ പമ്പയിലെ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ പുതുതായിട്ട് തുടങ്ങിയതാണ്. സുജിത്ത്
ഇന്തോനേഷ്യയിൽ മറ്റേ ബോറബന്തറിൽ പോയിട്ടുണ്ടോ എന്നറിയില്ല. ഇല്ല, പോയിട്ടില്ല. അപ്പോൾ അവിടെ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുന്ന എല്ലാ ആളുകളും ബാത്തിക് ആയിട്ടുള്ളൊരു ലുങ്കി ഉടുത്തിട്ട് മാത്രമേ പോകാമുള്ളൂ എന്നൊരു നിർബന്ധമുണ്ട്. പക്ഷെ അവിടെ ചെല്ലുന്ന എല്ലാ ആളുകൾക്കും ബാത്തിക് അവർ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുന്നു, ഫ്രഷ് ആയിട്ടുള്ള ഡ്രൈ ക്ലീൻഡ് ആയിട്ടുള്ള ബാത്തിക് നമുക്ക് തരുന്നു. നമ്മളത് ആയിട്ട് നമ്മൾ ടെമ്പിളിൽ പോകുന്നു, തിരിച്ചു വരുന്നു, അവിടെ കൊടുക്കുന്നു, പോരുന്നു. നമ്മൾക്ക് എന്തെങ്കിലും അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രീ. ദർസ് നോ എക്സ്പെക്ടേഷൻ ഓഫ് ദിസ്. അപ്പോൾ ദെൻ ഇറ്റ്സ് ഓൾസോ നമ്മളുടെ ആചാരവും നമ്മൾ പാലിക്കുന്നു, അതേസമയം അത് പരിസ്ഥിതിക്ക് നാശം ഉണ്ടാകുന്നില്ല. ഈ നമ്മളുടെ നാട്ടിൽ അതുപോലെയൊരു സംവിധാനം, അതായത് ആളുകൾക്ക് അറുത്ത് ഉടുക്കണമെന്നുള്ളതോ പോയതിന് ശേഷം അത് ഉപേക്ഷിക്കണമെന്നുള്ളതോ നമുക്ക് ഒഴിവാക്കണമെന്നില്ല. പക്ഷേ അതും പ്രകൃതിയും തമ്മിൽ വരുന്ന ഒരു ഇൻ്റർഫേസ് ഉണ്ടല്ലോ, അതിനെ ഒന്ന് മാറ്റിയെടുത്തില്ലെങ്കിൽ എന്ത് പറ്റും? നമ്മൾ ഏത് പ്രകൃതിയാണോ നമ്മൾ ആരാധിക്കുന്നത്, ഏത് പമ്പയാണോ നമ്മൾ ആരാധിക്കുന്നത്, അത് മലിനമാകും. അത് അപ്പം നമുക്ക് ആരാധിക്കുന്ന എന്താണോ നമുക്ക് ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ പമ്പയിൽ സ്നാനം എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാനുള്ള താല്പര്യം കുറയും. അത് അൾട്ടിമേറ്റായിട്ട് നമ്മുടെ വിശ്വാസത്തെയും ആചാരത്തെയല്ലേ ബാധിക്കുന്നത്. അത് ഒഴിവാക്കാനുള്ള ശ്രമം ഈ പുതിയ, ഇപ്പോൾ ജയകുമാർ സാറാണല്ലോ പുതിയ ദേവസ്വം ബോർഡ് ചെയർമാനൊക്കെ ആയിരിക്കുന്നത്. അദ്ദേഹം ഇക്കാര്യത്തിലൊക്കെ വളരെ റാഷണലായിട്ട് ചിന്തിക്കുന്ന ആളും മറ്റുള്ള എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയായിട്ടും കയ്യെത്താൻ, സംസാരിക്കാൻ, നെഗോഷിയേറ്റ് ചെയ്യാൻ കഴിവുള്ള ആളുമാണ്. അപ്പോൾ അതുകൊണ്ട് ആ മാറ്റം ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ 2018 വെള്ളപ്പൊക്കം വന്ന സമയത്ത് എൻ്റെ വീട്ടിൽ എനിക്ക് തോന്നുന്നൊരു 7 അടി 8 അടി ഉയരത്തിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ വെള്ളം പൊങ്ങി ഒരു 3 ദിവസം നിന്നിരുന്നതാണ്. ശരി. അപ്പോൾ ഈ വീട് 3 ദിവസം വെള്ളം മുങ്ങി കടന്നു. അതിന് ശേഷം നമ്മളപ്പോഴത്തേക്കും റീലൊക്കേറ്റ് ചെയ്ത് നമ്മൾ പല ആൾക്കാരെയും ഇവാക്യുവേറ്റ് ചെയ്ത് പല മറ്റുള്ള സുരക്ഷിത സ്ഥാനങ്ങളിലായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വീട്ടിൽ പോകുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത്, അടച്ചിട്ട വീടിനകത്ത് പോലും ജനലുകൾ വരെ പൊട്ടി, ചെളി മാത്രമല്ല, ഈ നമ്മൾ മനുഷ്യരെല്ലാവരും ഉപേക്ഷിച്ച് ജലാശയങ്ങളിലേക്ക് പോയ പ്ലാസ്റ്റിക്കും ബാക്കിയുള്ള സാധനങ്ങളും അതും ഇതും എല്ലാം വന്ന് തീരത്തടിഞ്ഞു. അതായത് നദി അത് തിരിച്ചുപേക്ഷിച്ചു എന്ന് വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അതെ അല്ലേ? അതെ. ഇത് നമ്മളിപ്പോൾ മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ നഗരങ്ങളിലെ ഖരമാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. കേരളത്തിൽ എവിടെ പോയി കഴിഞ്ഞെങ്കിൽ നമുക്കത് കാണാം. ഇപ്പോൾ വളരെ ഇമ്പ്രൂവ്മെൻ്റ് അടുത്ത കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാലും നമ്മൾ പലപ്പോഴും പോകുമ്പോൾ കാണാമല്ലോ റോഡ് സൈഡിൽ ആളുകൾ വേസ്റ്റ് എറിയുന്നു. അപ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് അത് പോകുന്നു. പക്ഷേ ആ എറിയുന്ന വേസ്റ്റ് എന്ത് പറ്റും? അത് സ്ട്രേ ഡോഗ്സിനെ ഫീഡ് ചെയ്യുന്നു. സ്ട്രേ ഡോഗ്സിൻ്റെ എണ്ണം കൂടുന്നു, കൊതുകിൻ്റെ എണ്ണം കൂടുന്നു. അപ്പോൾ നമ്മൾ എറിഞ്ഞ് കളയുന്ന ഒരു മാലിന്യം എന്ന് പറയുന്നത് പട്ടിയായിട്ടും കൊതുകായിട്ടും നമ്മൾ തിരിച്ച് കടിക്കുന്ന തരത്തിൽ നമ്മൾ തിരിച്ചു വരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്തും പോകുന്നില്ല. നമ്മൾ മാറിയ നമ്മളുടെ ജീവിത രീതി, മാറിയ നമ്മളുടെ അഫ്ലുവൻസ്, ഇത് രണ്ടുമുണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എറിഞ്ഞു കളയാനായിട്ട് ഇത്രമാത്രം കാര്യങ്ങളില്ല, ഇത്രമാത്രം കൺസംഷൻ ഇല്ല. കൺസംഷൻ്റെ രീതി തന്നെ മാറി. ഇപ്പോൾ തന്നെ നമ്മൾ മിക്കവാറും ഫുഡ് ഓർഡർ ചെയ്യുന്നു. ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ വരുന്ന എന്തുമാത്രം അസോസിയേറ്റഡ് ആയിട്ടുള്ള ഡിസ്പോസ് ചെയ്യപ്പെടേണ്ട മാലിന്യങ്ങളാണ് അതിൻ്റെ ഒപ്പം നമുക്ക് വരുന്നത്. ഇതിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള മാലിന്യ സംസ്കരണ സംവിധാനം നമ്മളുണ്ടായിട്ടില്ല, അതിന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. സോ ഇത് രണ്ടും കൺകറൻ്റായിട്ട് പോയില്ലെങ്കിൽ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് വിൽ പ്രോഗ്രസീവ്ലി കം ഡൗൺ. ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളിലും പ്രോഗ്രസീവായിട്ട് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് കം ഡൗൺ ബിക്കോസ് ഓഫ് ദിസ്. ഡൽഹിയിലാണെങ്കിൽ എയർ പൊല്യൂഷനായിട്ട്, മറ്റു നഗരങ്ങളിലാണെങ്കിൽ കൊതുകായിട്ട്, ചില നഗരങ്ങളിലാണെങ്കിൽ വെള്ളമില്ലാത്തതായിട്ട്, അങ്ങനെ ക്വാളിറ്റി ഓഫ് ലൈഫ് വിൽ കം ഡൗൺ. ശരിക്കും ഈ വേസ്റ്റ് എന്ന് പറയുന്നത് മറ്റൊരു ദുരന്തം തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം നമ്മളെല്ലാം ഇപ്പോഴും നമുക്ക് പലർക്കും അറിയാത്തൊരു കാര്യം എന്ന് പറയുന്നത്, റോഡിൽ നിന്നൊരു മുട്ടായി പൊളിച്ച് അതിൻ്റെ കവറ് താഴെ ഇടുക എന്നുള്ളതാണ് എല്ലാവരും ഇപ്പോഴും ചെയ്യുന്നത്. അത് പോക്കറ്റിൽ ഇട്ടിട്ടോ അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് എവിടെയെങ്കിലും ഡസ്റ്റ്ബിനിൽ ഇടുകയോ, അല്ലെങ്കിൽ വണ്ടിയിൽ യാത്ര ചെയ്യുകയാണ് എന്തെങ്കിലും ഒരു സാധനം കുപ്പി എടുത്ത് പുറത്തേക്ക് വലിച്ചെറിയുക. ഇതൊക്കെ ശരിക്കും ചെറുപ്പം മുതൽ കുട്ടികളെ സ്കൂളിൽ പഠിപ്പിച്ച് വരേണ്ട കാര്യമല്ലേ? അതുപോലും ഇപ്പോഴും നമ്മൾ ബേസിക് ലേണിംഗ് ഒരു കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും. പക്ഷെ ഞാൻ കാണുന്ന എന്താണെന്നുണ്ടെങ്കിൽ, വാസ്തവത്തിൽ നമ്മുടെ കരിക്കുലത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ EVS എന്നെല്ലാം പറഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ അസോസിയേറ്റുള്ള ഇൻഫ്രാസ്ട്രക്ചർ വന്നിട്ടില്ല. കുട്ടി ഈ മുട്ടായുടെ ഇതും കയ്യിൽ വെച്ച് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എവിടെ ഇടണമെന്ന് കാണിക്കാനായിട്ട് ഒരു സ്ഥലമില്ല. അപ്പൊ അതുകൂടി കൺകറന്റ് ആയിട്ട് വന്നാൽ മാത്രമല്ലേ ആ പ്രശ്നം സോൾവ് ആവുള്ളൂ. ഇപ്പൊ നമ്മളുടെ
വീട്ടിൽ തന്നെ മാലിന്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പോൾ നഗരങ്ങളിൽ ഒരു പരിധി വരെ മിക്കവാറും മാലിന്യങ്ങളൊക്കെ കളക്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മറ്റുള്ള സ്ഥലങ്ങളിൽ നമ്മളുടെ വീട്ടിലുണ്ടാകുന്ന പല മാലിന്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു ട്യൂബ് ലൈറ്റ് ഫ്യൂസ് ആവുന്നു, സാനിറ്ററി നാപ്കിൻസ് എവിടെ പോകുന്നു, അപ്പോൾ അതിനൊരു മാസത്തിലൊരിക്കൽ കളക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സഫിഷ്യൻ്റ് അല്ലല്ലോ. അപ്പോൾ ഞാൻ പെരുമ്പാവൂരിൽ കൂടെ പോകുമ്പോൾ സ്ഥിരമായിട്ട് കാണുന്നൊരു കാഴ്ചയാണ് ഈ ഹൗസ് ഹോൾഡ് ഇൻസിനറേറ്റേഴ്സ് വിൽക്കാനായിട്ട് വച്ചിരിക്കുന്നു. അത് അതിൻ്റെ പ്രധാന ആവശ്യം ഈ അഡൽട്ട് ഡയപ്പർ പോലെയുള്ള ഏതാണ് എന്താ പറയുക, അഡൽട്ട് ഡയപ്പർ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഉണ്ടാവല്ലോ വീട്ടിലൊരു കിടപ്പ് രോഗി ഉണ്ടെങ്കിൽ, പ്രായം ആളുണ്ടെങ്കിൽ, അപ്പോൾ അതെന്ത് ചെയ്യും? അപ്പോൾ ആളുകൾ ഇത് വാങ്ങുകയാണ്. അത് ഈ ഹരിതകർമ്മ സേനക്കാർ അവർ കൊണ്ടുപോകത്തുമില്ല. ഇല്ല അവർക്ക് അല്ലെങ്കിൽ തന്നെ അവരെല്ലാ ദിവസവും വരുന്നൊരു രീതിയില്ലല്ലോ ഗ്രാമങ്ങളിലൊന്നും. അപ്പോൾ അനവധി നൂറുകണക്കിന് ഈ ഇൻസിനറേറ്റേഴ്സ് ഉണ്ട്. ഞാനത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ചോദിച്ചു, ഇതാണോ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതി? ബിക്കോസ് ഐ ഓൾസോ നീഡ് സംതിങ്. അല്ല, ഇത് വാസ്തവത്തിലൊരു പ്രോപ്പർലി ലീഗലായിട്ടുള്ളൊരു സാധനമല്ല. ബിക്കോസ് അതിൻ്റെ ടെമ്പറേച്ചർ ഒന്നും മാനേജ് ആയിട്ടുള്ള ഇതിലല്ല അത് ഇൻസിനറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഡുവൽ ചേംബർ ഇൻസിനറേറ്ററാണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്, അത് മാത്രമേ ലീഗലായിട്ടുള്ളൂ. പക്ഷേ പ്രാക്ടിക്കലായിട്ട് വേറൊരു സൊല്യൂഷൻ ഇല്ല. സോ വാട്ട് ഹാപ്പൻസ്, ആളുകൾ ഒരു ഇൻട്രീം സൊല്യൂഷൻ എടുക്കുന്നു, വിച്ച് ഓൾസോ മേ നോട്ട് ബി എൻവയോൺമെൻ്റലി ഒപ്റ്റിമൽ. അപ്പോൾ ആ ഖരമാലിന്യമാണെങ്കിലും ദ്രവമാലിന്യമാണെങ്കിലും അത് മാനേജ് ചെയ്യാനുള്ളൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു സംവിധാനം കൂടി ഈ അവയർനെസ്സിനോടൊപ്പം കൊടുത്തില്ലെങ്കിൽ എന്ത് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യു ഫീൽ വെരി അപ്സെറ്റ്. ഇപ്പോൾ എന്നോട് എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു സുഹൃത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. വീട്ടിൽ ഒരു എറണാകുളം ടൗണിൽ താമസിക്കുന്ന ഒരാളാണ്. ഈ വേറൊരു സ്ഥലത്തും പോകാനില്ലാത്ത വേസ്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ബാസ്ക്കറ്റിലാക്കി എവിടെയെങ്കിലും എറിയല്ലാതെ വേറെ മാർഗ്ഗമില്ല. പക്ഷെ അതിനും എൻ്റെ മകൻ കൂടെ വരില്ല. ബിക്കോസ് ആ മകൻ്റെ അവയർനെസ്സും കോൺഷ്യൻസും വളരെ ഹൈ ആണ്. പക്ഷേ എനിക്ക് വേറെ മാർഗ്ഗമില്ല. അപ്പോൾ സോ ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ പ്രോബ്ലം ഓഫ് അവയർനെസ്, ഇറ്റ്സ് ഓൾസോ എ പ്രോബ്ലം ഓഫ് പ്രൊവൈഡിങ് appropriate infrastructure to support it. Of course it costs money also. നമ്മൾ ഈ അർബൻ ലിവിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ആളുകൾ കുറച്ച് സ്ഥലത്ത് ജീവിക്കുന്നു. അപ്പോൾ നമ്മൾ ഗ്രാമങ്ങളിലുള്ള പോലെ ഒരു വേസ്റ്റിനാണെങ്കിൽ മറ്റുള്ളതിനോ ക്യാരിങ്ങിനുള്ള സ്പേസ് ഇല്ല. സോ എവറിത്തിങ് ഹാസ് ടു ബി ദെൻ കോസ്റ്റഡ് ഇൻ ടു. ആ കോസ്റ്റ് ഒരു പരിധി വരെ നമ്മൾ ഇപ്പോൾ പരിസ്ഥിതിയിലേക്ക് തള്ളുകയാണ്. ആ പരിസ്ഥിതിയിലേക്ക് തള്ളുന്നതാണ് ഈ കൊതുകൊക്കെ ആയിട്ട് നമ്മളുടെ ആരോഗ്യ പ്രശ്നങ്ങളായിട്ട് തിരിച്ചു വരുന്നത്. സോ ഇത് മനസ്സിലായി കഴിഞ്ഞാൽ പ്രോബ്ലി വി വിൽ സ്പെൻഡ് മോർ മണി ഓൺ സാനിറ്റേഷൻ ആൻഡ് ഹെൻസ് ലെസ് മണി ഓൺ ഹെൽത്ത്. ഓക്കെ, ധാരാളം യാത്രകൾ ചെയ്യാറുണ്ട്. ഉണ്ട്. ആ യാത്രകൾ ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കിനും ശരിക്കും ഇദ്ദേഹം ഒരു ക്യാമറയും പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യുമായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ നമ്പർ 1 അഡ്വഞ്ചറസ് വ്ളോഗറായി മാറേണ്ടിയിരുന്ന ഒരു വ്യക്തിയാണ് എന്ന് വേണേൽ പറയേണ്ടിയിരിക്കുന്നു. കാരണം അത്രയ്ക്ക് അഡ്വഞ്ചർ നിറഞ്ഞ ദുരന്ത യാത്രകളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദുരന്ത മുഖത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, യുദ്ധമുഖങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? അതെ അതെ. 10 places where you should not visit എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് ഉണ്ട്. അതിൽ മിക്കവാറും സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. നമ്പർ 1 എന്ന് പറയുന്നത് പോർട്ട് മോറസ്ബി, പാപ്പുവ ന്യൂ ഗിനിയിലെ പോർട്ട് മോറസ്ബി, സുഡാൻ, ഗാസ, അഫ്ഗാനിസ്ഥാൻ, സിറിയ, ഈ സ്ഥലങ്ങളിലെല്ലാം, ഹൈറ്റി ഓഫ് കോഴ്സ്, ഈ സ്ഥലങ്ങളിലെല്ലാം അൺഫോർച്ചുനേറ്റ്ലി പോകേണ്ട ഒരു ആവശ്യകത ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇവർ UN ജോലി ചെയ്യുന്ന ആളുകളായതുകൊണ്ട് തന്നെ ഇവർക്ക് UN ഇഷ്യൂ ചെയ്യുന്ന പാസ്പോർട്ട് കിട്ടും. അപ്പോൾ ഈ UN പാസ്പോർട്ട് വെച്ചിട്ട് ഐ തിങ്ക് യു ക്യാൻ ട്രാവൽ എനിവെയർ വിസ ഫ്രീ, അല്ലേ? ഓൾമോസ്റ്റ് പല സ്ഥലങ്ങളും നമുക്ക് വിസ ഫ്രീ ആയിട്ട് ഒഫീഷ്യൽ പർപ്പസിൽ യാത്ര ചെയ്യാൻ സാധിക്കും. ദാറ്റ് ഈസ് സംതിങ് ലൈക്ക് എ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് കിട്ടുന്ന പോലെ തന്നെ ഒരു എന്താ പറയുക, ഒരു ഇതാണല്ലോ അപ്പം അങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പം ഈ ദുരന്തം നിറഞ്ഞ യാത്രകൾ, ഇപ്പം ഞാൻ കരീബിയൻ യാത്രകൾ പോകുന്ന സമയത്ത് എനിക്ക് ഡൊമിനിക്കൻ റിപ്പബ്ലിക്ക് പോയപ്പോഴത്തേക്കിനും അതേ ദ്വീപിൽ തന്നെയാണ് ഹൈത്തി ഉള്ളത്. അപ്പോൾ ഹൈത്തിയും കൂടെ പോകാനുള്ള പ്ലാനൊക്കെ ഇട്ടപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ നേരത്തെ പരിചയപ്പെട്ടവരൊക്കെ പറഞ്ഞു, നീ ആ പരിസരത്തോട്ടേ പോകണ്ട, നീ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് എന്താ പറയുക തിരിച്ചു വരാൻ ഭയങ്കര പാടായിരിക്കും എന്നൊക്കെ ഉള്ള ഇതിൽ ഭയങ്കര പേടിപ്പിച്ചു. അത്രയ്ക്ക് പ്രശ്നമാണോ ഹൈത്തി എന്നൊക്കെ. പിന്നെ ഞാൻ ഹൈത്തിയെ പറ്റിയൊക്കെ നോക്കുമ്പോഴാണ്, നമുക്കിവിടെ ഹൈത്തിനെ പറ്റിയുള്ള വാർത്തകളൊന്നും നമുക്കിവിടെ കിട്ടാനില്ലല്ലോ. പിന്നെ നോക്കിയപ്പോഴാണ് ഇത് ശരിയായിരുന്നല്ലേ പറഞ്ഞത് എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ പോലും ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ സുരക്ഷയെ, ലൈക്ക് നമ്മുടെ സേഫ്റ്റി വലിയൊരു ഫാക്ടർ തന്നെയാണല്ലോ. സോ നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൻ്റെ സുരക്ഷയും മറ്റുമൊക്കെ കിട്ടുന്നത്? അതെ, അപ്പോൾ UN എന്നെ പറഞ്ഞല്ലോ, അപ്പോൾ UN ഞങ്ങളുടേതായൊരു പാസ്പോർട്ട് സംവിധാനമുണ്ട്.
ആ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ സാധാരണഗതിയിൽ UN ആളുകൾ പോകേണ്ട മിക്കവാറും രാജ്യങ്ങളെല്ലാം അതൊരു വിസ ഫ്രീ ട്രാവലാണ്. അങ്ങനെ അല്ലാത്ത രാജ്യങ്ങളിൽ, ഇപ്പോൾ ഇന്ത്യ ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും അങ്ങനെയുള്ള രാജ്യങ്ങളിൽ പോകുന്നുണ്ടെങ്കിൽ വിസ വേണം. പക്ഷേ അത് വളരെ എളുപ്പത്തിൽ ഫ്രീ ആയിട്ട് തന്നെ ലഭിക്കുകയും ചെയ്യും. അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എന്നൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇത് ന്യൂയോർക്കിൽ ബേസ്ഡ് ആയിട്ടുള്ളൊരു ഇതാണ്. UN ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാ പ്രദേശങ്ങളിലും ഇവർ റെഗുലറായിട്ട് ഒരു അസസ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ പോകേണ്ട എല്ലാ സ്ഥലങ്ങളിലും തന്നെ അവർക്കൊരു ഓഫീസുണ്ട്. ഓക്കെ, ഈ സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു ഓഫീസ് ഉണ്ടാവും. ശരി. ആൻഡ് എവറി മന്ത് ദേ ആർ ഡൂയിങ് ആൻ അസസ്മെൻറ്റ് ഓഫ് ദ സിറ്റുവേഷൻ. ഓക്കെ. Every time we have to travel to a country, for example, if I have to travel to Haiti, I have to prepare my plan, then I have to send it to the UN Department of Safety. അപ്പോൾ അവർ നമ്മളുടെ നീഡ് അസസ് ചെയ്യും, നമ്മൾ അവിടെ ചെല്ലേണ്ട ആവശ്യകത എന്താണ് എന്ന് അസസ് ചെയ്യും. അതിനുശേഷം അവർ നമുക്ക് ഒരു ക്ലിയറൻസ് തരും, അല്ലെങ്കിൽ തരില്ല. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സിറ്റുവേഷൻ ദർ. If they give a clearance, then they will also give you a travel advisory. ഈ രാജ്യത്ത് നമ്മൾ ചെന്നാൽ ഉള്ള സാഹചര്യങ്ങൾ എന്താണ്, ആ രാജ്യത്തെ സാഹചര്യം അനുസരിച്ച് ഒരു സെക്യൂരിറ്റി പ്രോട്ടോക്കോൾ അവർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടാകും. ഈ സെക്യൂരിറ്റി പ്രോട്ടോക്കോൾ വളരെ ലോക്കലി കാലിബ്രേറ്റഡ് ആയിരിക്കും. ഓക്കെ. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ഗാസയിലേക്ക് പോവാണ്. ഗാസയിൽ പൊതുവെ UN ഈസ് നോട്ട് അണ്ടർ ത്രെറ്റ്. നമ്മൾ UN ആണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദെൻ ജനറലി പീപ്പിൾ ഡോണ്ട് അറ്റാക്ക് യു. സോ ദെയർഫോർ ബീയിങ് വിസിബിൾ ആസ് UN is very important. അപ്പോൾ then we will be fully UN, t-shirt, cap, UN വണ്ടി എല്ലാം UN എന്ന് പറഞ്ഞ അടി കിട്ടുന്ന സ്ഥലമുണ്ടോ? ഉണ്ടല്ലേ? അതെ. സോ thereafter if you are, let's say if you are going to Syria, അപ്പോൾ ഞാൻ 2015 സിറിയയിൽ പോകുന്നതാണ് കെമിക്കൽ വെപ്പൺസിൻ്റെ ഡീകമ്മീഷനിങ്. എക്സാക്ട്ലി ഓപ്പോസിറ്റ്. എന്താ പറയുക, ISIS ആക്റ്റീവായിട്ടുള്ള സമയമാണ്. UN എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടാർഗറ്റാണ്. ഒരു UN ഒഫീഷ്യലിനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കിഡ്നാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പലതരത്തിൽ അവർക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ UN വാഹനത്തിൽ ബോർഡർ വരെ പോകുന്നു, ലെബനീസ് ബോർഡർ വരെ പോകുന്നു. ലെബനീസ് ബോർഡറിൽ നമ്മളെ മീറ്റ് ചെയ്യുന്നത് പറയുന്നത് അവിടുത്തെ ഒരു പൊട്ടിപ്പൊളിഞ്ഞൊരു ടാക്സിയാണ്. സംതിങ് വിച്ച് ലുക്ക് സോ അൺസ്പെക്ടാക്കുലർ ദാറ്റ് യു ആർ വെരി അൺലൈക്ലി ടു ബി ഇൻ എ കാർ ലൈക്ക് ദാറ്റ്. ദെൻ യു ഗോ ഡ്രൈവ് ത്രൂ ദാറ്റ്, then you go to where you are staying, no UN symbol ഒന്നും ഉണ്ടാകില്ല. കാരണം ഇപ്പോൾ ഇറാഖിൽ UN എവിടെയായിരുന്നു എന്ന് അറിയാമായിരുന്നു. അതുകൊണ്ട് അവിടെ അതിൻ്റെ താഴെ ഒന്ന് ബോംബ് വെച്ചു. അപ്പോൾ 19 people died. ഇവിടെ അത് ഉണ്ടായിരുന്നില്ല. സോ ദെയർഫോർ ആ രാജ്യമനുസരിച്ച് നമ്മളുടെ സെക്യൂരിറ്റി കാലിബ്രേറ്റ് ചെയ്യും. ചില സ്ഥലങ്ങളിൽ when you travel, for example in Haiti, when you travel, you have to be picked up by the UN Department of Safety and Security with adequate police, not police, അവിടുത്തെ ലോക്കൽ പോലീസ് അത്ര എഫക്റ്റീവ് അല്ല. സോ ദെയർഫോർ ലോക്കൽ സെക്യൂരിറ്റി കള്ളന്മാർക്ക് ചാവി കൊടുക്കാൻ പറയുന്ന അവസ്ഥ അല്ലേ? അതെ. സോ ദേ ഹാവ് ടു പിക്ക് യു അപ്പ് ആൻഡ് ദെൻ ടേക്ക് യു ടു UN ഡെസിഗ്നേറ്റഡ് ഹോട്ടൽസ്. അപ്പോൾ 2-3 ഹോട്ടൽസ് മാത്രമേ അവിടെ ഉണ്ടാകുകയുള്ളൂ. എക്സ്ട്രീം കേസസ്, ഫോർ എക്സാമ്പിൾ ഇൻ അഫ്ഗാനിസ്ഥാനിൽ ഞങ്ങൾ സാധാരണ രീതിയിൽ പോകുമ്പോൾ അവിടെ ഒരു അൺമാർക്ഡ് ആയിട്ടുള്ള ഗസ്റ്റ് ഹൗസസ് കാണും. അപ്പോൾ UN അക്കോമഡേഷനിലല്ല, അൺമാർക്ഡ് ആയിട്ടുള്ള ഗസ്റ്റ് ഹൗസിലാണ് നമ്മൾ താമസിക്കുന്നത്. ബിക്കോസ് UN ഗസ്റ്റ് ഹൗസ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഇമ്മീഡിയറ്റ്ലി ടാർഗറ്റ്. സോ ആ ഗസ്റ്റ് ഹൗസിൽ തന്നെ ഫ്രണ്ട് ലൈനിലായിരിക്കും സാധാരണ ഗസ്റ്റ് ഹൗസ്. അതിൻ്റെ ഇന്നർ ആയിട്ടുള്ളൊരു ഏരിയ ഉണ്ടാവും. ആൻഡ് ദിസ് ഈസ് ദെൻ സെപ്പറേറ്റ്ലി ഗാർഡഡ് ബൈ ദി ഗൂർഖ ഫോഴ്സസ്. അവർ ഗാർഡ് ചെയ്ത ഒരു ഇന്നർ ഏരിയയിലാണ് നമ്മൾ താമസിക്കുന്നത്. ദെൻ വെറെവർ യു വാണ്ട് ടു ഗോ, it has to be calibrated, point A to point B. Every small travel has to be pre-approved and so on and so forth. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ട്രാവൽ ചെയ്ത് തിരിച്ചു വരുന്ന ഓരോ മിനിറ്റും നമ്മൾ ഈ UN ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയുടെ നിയന്ത്രണങ്ങളിലും നിർദ്ദേശങ്ങളിലും മാത്രമായിട്ട് പോകുന്നത്. ആൻഡ് ജനറലി ദേ ആർ എക്സ്ട്രീംലി എഫക്റ്റീവ്. അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഞാൻ എത്രമാത്രം ട്രാവൽ ചെയ്തിട്ട് പോലും എനിക്ക് ഒരു സെക്യൂരിറ്റി അനുഭവം പോലും ഉണ്ടായിട്ടില്ല. ഈവൻ ദോ ഐ ഹാവ് ട്രാവൽ ടു ദി മോസ്റ്റ് ഡിഫിക്കൽട്ട് പ്ലേസസ് അറ്റ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ടൈം. ഇപ്പോൾ സിറിയയിൽ ISIS ടോപ്പായിട്ട് നിന്ന സമയത്ത്, കെമിക്കൽ ഡീകമ്മീഷനിങ്ങിൻ്റെ സമയത്താണ് ഞാൻ അവിടെ പോകുന്നത്. ബട്ട് ഐ ഹാഡ് നെവർ ഹാഡ് എ പ്രോബ്ലം. നൗ ദർ ആർ 2 സെപ്പറേറ്റ് ചാലഞ്ചസ്. വൺ ഓഫ് ദം ഈസ് എ ഗ്രോസ് അറ്റാക്ക് സിറ്റുവേഷൻ. ഇപ്പം ഞാൻ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ഓഫീസാണ് നൈജീരിയയിലുള്ള UN ഓഫീസ്.
I had an office there. And one day, of course, there was a car bombing. Car drove in, suicide bombing ആയിരുന്നു. And I think 21 people died. ഞങ്ങളുടെ ഓഫീസ് where I normally used to sit was damaged. If I was there, I would have been affected. But these things happen, unfortunately. പക്ഷേ ഇതിലും കൂടുതൽ പ്രായോഗികമായിട്ട് നമ്മൾക്കുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയാമോ? ഇത് we are more afraid of small things, such as malaria, for example. Okay, such as a road traffic accident. Getting caught in a local, crisis, local security situation. ഇപ്പോൾ മഗ്ഗിങ് പോലുള്ള നമ്മൾ സാധാരണഗതിയിൽ ഒരു വലിയൊരു ഐസിസ് പോലുള്ള ത്രെട്ട് അല്ലെങ്കിൽ താലിബാൻ പോലുള്ള ത്രെട്ട് അല്ല. ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ അറിയാമല്ലോ സാധാരണഗതിയിലുള്ള ഗാങ്സ്റ്ററിസം. അപ്പം ഈ തരത്തിലുള്ളതാണ് നമ്മളെ കൂടുതൽ ബോധർ ചെയ്യുന്നത്. കാരണം ഒരു ഹെൽത്ത് ക്രൈസിസ് ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ then not only have a problem, you also don't have the hospitals which can look after you. ഞാൻ കരിവൂരിലൊക്കെ പോയ സമയത്ത് അവിടെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞ് ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. അതായത് ഇയാൾക്കിപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനുള്ള സംവിധാനം പോലും അവിടെ പലയിടത്തും ഇല്ലാതെ ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി അത്രയ്ക്ക്. അതായത് നമ്മുടെ ഇവിടെയൊക്കെ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ വെറുതെ കൈ മുറിഞ്ഞെടുത്ത് സ്റ്റിച്ച് ഇടുന്ന പോലെയാണ് ഇപ്പോൾ ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും അല്ലേ. അത്രയും ലാഘവത്വം, അത്ര സിമ്പിളായി കാര്യങ്ങൾ. അപ്പം ഇത് ഇങ്ങനെയൊക്കെ കേട്ടപ്പോഴത്തേക്കിനും ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഞാൻ ഒരിക്കൽ എൻ്റെ കൊളീഗുമായിട്ട് യുഗാണ്ടയിൽ ഒരു മിഷന് പോയി. യുഗാണ്ട എന്ന് പറഞ്ഞാൽ പൊതുവെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അതൊരു അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രദേശമല്ല. അപ്പോൾ അവിടെ കുറേ ഇന്ത്യൻ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെല്ലുന്നു എന്ന് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. അവരെല്ലാം വന്നു. ആൻഡ് ദേ ആക്ച്വലി ബ്രോഡ് ലോട്ട് ഓഫ് ഇന്ത്യൻ ഫുഡ് എല്ലാമായിട്ട് വന്നു. അപ്പോൾ എൻ്റെ കൊളീഗുണ്ട്, അവർ ഫിലിപ്പീൻസിൽ നിന്നുള്ള ആളാണ്. ഞങ്ങളെല്ലാം അത് കഴിച്ചു. നെക്സ്റ്റ് ആഫ്റ്റർനൂൺ ഷീ ടോൾഡ് മീ മുരളി ഐ ഹാവ് സം പ്രോബ്ലം ഇൻ മൈ സ്റ്റൊമക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇന്ത്യൻ ഫുഡ് കഴിച്ചുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. In any case, by evening, she felt very severe pain. So she went to the local hospital. And then she called me after 1 hour. She said, മുരളി എനിക്ക് അപ്പൻഡിസൈറ്റിസ് ആണ് എന്ന് ഡോക്ടർ പറഞ്ഞു. ഇപ്പം തന്നെ ഓപ്പറേറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ആൻഡ് സോ ഐ സെഡ് ഓക്കെ ഐ വിൽ കം. സോ ഐ റഷ്ഡ് ഇൻ ടു ദെയർ. അവിടുത്തെ നല്ലൊരു ഹോസ്പിറ്റലാണ്. പക്ഷേ ഞാൻ അവിടെ പോയി ഒരു മണിക്കൂർ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ 3 പ്രാവശ്യം കറണ്ട് പോയി. അപ്പോൾ യു ആർ നോട്ട് ഫീലിംഗ് വെരി നൈസ് എവിടെ സിറ്റുവേഷൻ. അപ്പോൾ അവിടെ അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുന്നത് ഇപ്പോൾ കീ ഹോളൊക്കെ ആയിട്ട് സർജറി. അപ്പോൾ അവർ പറഞ്ഞു അത് ചെയ്യാൻ പറ്റില്ല, പഴയതുപോലെ ഓപ്പണായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ഒരാഴ്ച റെസ്റ്റ് എടുക്കേണ്ടി വരും. നൗ ഷീ ലുക്ക്ഡ് അറ്റ് മീ ആൻഡ് ഐ ലുക്ക്ഡ് അറ്റ് ഹർ ആൻഡ് സെഡ് യു റിയലി വാണ്ട് ടു ഡു ഇറ്റ്. അപ്പോൾ ഷീ ടോക്ക് ടു ഹർ ഹസ്ബൻഡ്. ഹസ്ബൻഡ് പറഞ്ഞു നോ യു ജസ്റ്റ് സ്റ്റേ ആൻഡ് ഡു ഇറ്റ്. ബ്രോക്ക് ആയി കഴിഞ്ഞാൽ അന്നേരം തന്നെ ചെയ്യണമെന്നാണ്. നൗ യു ഹാവ് എ ഡൈലമ. ഇവിടെ ചെയ്യുന്നതാണോ ചെയ്യാതിരിക്കുന്നതാണോ കൂടുതൽ ലെസ് റിസ്കി? ദർസ് എ റിസ്ക് ഇൻ എനി കേസ്. സോ എനിവേ ഐ ജസ്റ്റ് ആസ്ക് ദം ഫോർ ഓൾ ദ ഡീറ്റെയിൽ. എന്നിട്ട് കേരളത്തിലുള്ള എൻ്റെ ഫ്രണ്ട്സ് ഡോക്ടേഴ്സിനെ അയച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഇത് വച്ച് ട്രാവൽ ചെയ്യുന്നത് സേഫാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു പനി ഉണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു പനിയില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിങ്ങനൊരു അവർ പറഞ്ഞു ഓഫ് കോഴ്സ് ദ പ്രയോറിറ്റി നമ്പർ 1 ഈസ് ടു ഡു ഇറ്റ് ദർ. പക്ഷേ ഇപ്പോൾ അവിടുത്തെ സിറ്റുവേഷനെ പറ്റി നിങ്ങൾക്ക് വളരെ അപ്രിഹെൻസീവ് ആണെങ്കിൽ you better fly out. So then we immediately booked a ticket. Within 2 hours we came to the airport. Apparently ഓൾറെഡി ട്രിപ്പെല്ലാം കൊടുത്ത് എൻ്റെ ബട്ടർഫ്ലൈ വാൽവൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഇങ്ങനെ അടിച്ചു പിടിച്ച് then we flew out of that. We landed in Geneva. We went straight. Ambulance was waiting. Went there. അപ്പോൾ പലപ്പോഴും ഈ വലിയ സെക്യൂരിറ്റി ഇൻസിഡൻറ്റോ ബോംബേഴ്സ് ഒന്നും അല്ല നമ്മൾ കുഴപ്പമുണ്ടാക്കുന്നത്. അതുപോലെ നിസ്സാരമായൊരു അപ്പൻഡിസൈറ്റിസ് ആകാൻ നമ്മളുടെ ജീവൻ എടുക്കുന്നത്. നിസ്സാരമായിട്ടുള്ളൊരു കഫക്കെട്ട് കൊണ്ട് ഞാൻ സ്ലൊവേനിയയിൽ വെച്ചൊന്ന് അനുഭവിച്ചതാ. ഒരു ത്രോട്ട് ഇൻഫെക്ഷൻ വന്നിട്ട് എനിക്ക് ഡോക്ടറെ കാണാൻ പോലും പറ്റിയില്ല. ബിക്കോസ് അവർ ഒരുപക്ഷെ പല കാരണം അവരെ സംബന്ധിച്ച് അത് വളരെ ചെറിയ സംഭവമാണ്. 6 മണിക്കൂർ വെയിറ്റ് ചെയ്യായിട്ട്. 6 മണിക്കൂറല്ല, ഡോക്ടറില്ല വൈകിട്ടേ വരുള്ളൂ. എനിക്ക് വയ്യ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് പനി, അത് ഇത്. അപ്പം തിങ്സ് ആർ നോട്ട് ഫേവർ ടു മൈ തിങ്സ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ 2 ദിവസം നോക്കി എനിക്ക് കുറയുന്നില്ല. ഇവരാണ് ആന്റിബയോട്ടിക് പോലും തരില്ലല്ലോ, ഒന്നും തരില്ല.
2 ദിവസം നോക്കി എനിക്ക് കുറയുന്നില്ല. എനിക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ചിലവല്ലേ, ഒരു രാജ്യത്ത് പോയി വെറുതെ നിൽക്കുന്ന എനിക്ക് ചിലവാണ്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ പണി നടക്കുന്നില്ല, ഞാൻ വെറുതെ നിൽക്കുന്നു. ചിലപ്പോൾ മറ്റൊരാൾക്കൊരു ബാധ്യതയായി മാറും, എനിക്ക് എന്തെങ്കിലും അസുഖം വേഴ്സായ ബുദ്ധിമുട്ടാവും. ഞാൻ നെക്സ്റ്റ് നാട്ടിലേക്ക് ഫ്ലൈ ചെയ്തു. എന്നിട്ട് ഇവിടെ വന്നിട്ട് 1 മാസം ഞാൻ റിക്കവർ ആവാൻ. അപ്പോൾ ഞാൻ അവിടെ നിന്നിരുന്നെങ്കിലോ ഈ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിട്ടോ. നമ്മളോരോ റിസ്ക് എടുത്ത രാജ്യത്ത് പോകുമ്പോഴത്തേക്കിന് നോക്കുമ്പോൾ എന്താ ചുമ്മാ ഇവനിങ്ങനെ ഫ്ലൈറ്റിൽ കയറി പോകുന്നു, അവിടെ ചെല്ലുന്നു ഇവിടെ ചെല്ലുന്നു. നമ്മളവിടെ ചെന്നൊരു ഇതുപോലൊരു പണി കിട്ടി കഴിയുമ്പോഴാണ് നമ്മൾ കഷ്ടപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അതാ. സോ ദിസ് ഈസ് വാട്ട് ഈസ് എ ബിഗർ പ്രോബ്ലം. UN generally is very generous that we have a medical evacuation insurance, and ഇതുപോലുള്ള രാജ്യങ്ങളിലാണെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള പ്ലെയിൻ ചാർട്ട് ചെയ്ത് നമ്മളെ ഇപ്പോൾ ആഫ്രിക്കയിൽ മോസ്റ്റ് രാജ്യങ്ങളിലാണെങ്കിൽ സൗത്ത് ആഫ്രിക്കയിലേക്കോ ടർക്കിയിലേക്കോ ഇവാക്യുവേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് സംവിധാനങ്ങളൊണ്ട്. പക്ഷേ പ്രൈവറ്റ് പ്ലെയിൻ കിട്ടണ്ടേ. It will take maybe a day or two, and by then appendicitis you are done. അപ്പം അങ്ങനെ അത്. So this is how the UN by and large look after you. So basically what I'm saying is that in very severe security situations we are very well taken care. പക്ഷേ the bigger risk is what is routine which go with the territory. അതിന് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ദാറ്റ് സംതിങ് വിച്ച് ഇസ് ഓൾവേസ് ഇൻ മൈ മൈൻഡ്. ഓക്കെ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് നിങ്ങളുടെ ഈ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഇത്രയും വർഷമായിട്ട്. എത്ര വർഷമായി UN-ൽ? 25. താങ്കൾ ഈ പറഞ്ഞ പോലെ പല രാജ്യങ്ങളിലെ പല പ്രശ്നങ്ങളും പല കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. ശരിക്കും ഭയങ്കര ഒരു എന്താ പറയുക ഒത്തിരി എക്സ്പീരിയൻസ് ഇപ്പം ഈ പറഞ്ഞ പോലെയുള്ള അനുഭവങ്ങൾ പറയുമ്പോഴാണ് നമുക്കത് അതിൽ കൂടെ കടന്നു പോകാൻ സാധിക്കുന്നത്, അല്ലേ? അതെ. നമ്മൾ ഇപ്പം എല്ലാ തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോൾ സുജിത്ത് റുവാണ്ടയിൽ പോയിട്ടുണ്ടോ എന്ന് അറിയില്ല. ഓക്കെ, ഞാൻ ആഫ്രിക്ക അങ്ങനെ. അതെ, അത് ഒരിക്കൽ പോകണം. ഇപ്പോൾ ലോകത്ത് തന്നെ ക്ലീനസ്റ്റ് ആയിട്ടുള്ളൊരു രാജ്യമാണ്. പക്ഷേ 1994 വലിയൊരു ജനസൈഡ് നടന്ന സ്ഥലമാണ്. ഒരു 100 ദിവസത്തിനകം 8 ലക്ഷം ആളുകളെ പരസ്പരം വെട്ടി, പരസ്പരമല്ല പ്രത്യേകിച്ചും ഹുട്ടു എന്ന് പറയുന്ന ആളുകൾ ടുട്സി എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയെ മൊത്തമായിട്ട് വെട്ടിക്കൊന്നു. കംബോഡിയയിലൊക്കെ നടന്ന പോലെ മെജോറിറ്റി ആളുകൾ ഈ ടുട്സി എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയായിരുന്നു. അതുപോലെ ഒരു ജനസൈഡ് നടന്നൊരു സ്ഥലമാണ്. പക്ഷേ ഇന്ന് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ യാതൊരു എവിഡൻസും ഇല്ലാന്ന് മാത്രമല്ല, ദ കൺട്രി ഹാസ് ട്രമെൻഡസ്ലി പ്രോസ്പേർഡ് ആൻഡ് ഓൾമോസ്റ്റ് എനി ഇൻഡിക്കേറ്റർ ദേ ആർ ഡൂയിങ് വെരി വെൽ. 70% ഓഫ് ദ പാർലമെന്റേറിയൻസ് ആർ വിമൻ. എവരിവൺ ഇസ് ഗോയിങ് ടു സ്കൂൾ. ഇറ്റ്സ് എ ഗ്രീൻ എക്കോണമി. പ്ലാസ്റ്റിക് വാസ് ബാൻ ഫസ്റ്റ് ടൈം എറ്റ്സെട്ര. അങ്ങനെ പലതരത്തിലുള്ള ഒരു പോസിറ്റീവ് ഫീച്ചേഴ്സ് ഉള്ളൊരു രാജ്യമാണ്. പക്ഷേ ആ ജനസൈഡിൻ്റെ ഒരു ഹിസ്റ്ററി, ആ ബാക്ക്ഗ്രൗണ്ടും അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ജനസൈഡ് മ്യൂസിയം ഉണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ പോയിട്ടുള്ളതിൽ ഏറ്റവും എനിക്ക് ട്രൊമാറ്റിക് ആയിട്ടുള്ളൊരു അനുഭവം എന്ന് പറയുന്നത് ജനസൈഡ് മ്യൂസിയം ആണ്. അപ്പോൾ ജനസൈഡ് മ്യൂസിയത്തിൽ എങ്ങനെയാണ് ആ ജനസൈഡ് ഉണ്ടായത്, അതിൻ്റെ മുഴുവൻ ഹിസ്റ്ററി അവിടെ കാണിച്ചിട്ടുണ്ട്. ഞാൻ ജനസൈഡ് മ്യൂസിയം കണ്ടിട്ടുള്ളത് ഒന്ന് കംബോഡിയയിലെ ജനസൈഡ് മ്യൂസിയം പോയിട്ടുണ്ട്, പിന്നെ നാൻജിങ് മാസക്കറിൻ്റെ സ്ഥലത്ത് പോയിട്ടുണ്ട്, പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ജർമ്മനിയിലെ ഓഷ്വിറ്റ്സും മറ്റേ സംഭവങ്ങളും. അപ്പോൾ സോറി ഞാൻ ഇന്ററപ്റ്റ് ചെയ്യുമല്ലോ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ ചൈനയിലെ നാൻജിങ് കൂട്ടക്കൊല നടന്ന സ്ഥലത്ത് പോകുമ്പോഴാണ് ഈ നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത് ഈ ജാപ്പനീസ് ആൾക്കാർ എത്രത്തോളം ക്രൂരന്മാരായിരുന്നു. വിശ്വസിക്കാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ പൊളൈറ്റ്നസ് വാരി വിതറുന്ന ആൾക്കാരാണ്. നമ്മുടെ സുരേഷ് പിള്ളയുടെ ഷെഫ് പിള്ളയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വിനയം വാരി വിതറുക എന്ന് പറയുന്നത്. അപ്പോ അതേപോലെ ഇവർ ക്രൂരന്മാരായിരുന്നു. അമേരിക്ക അണുബോംബ് വിട്ടതോടുകൂടി ഇവര് നല്ല ഉള്ളയായി. ഇപ്പൊ ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യരായി. സോ പീപ്പിൾ ക്യാൻ ചേഞ്ച്. തിങ്സ് ക്യാൻ ചേഞ്ച്. അതിനുശേഷം അവർ ആ രാജ്യം വളർത്തിയെടുത്ത് കൊണ്ടുവന്ന് അവരുടെ ഡിറ്റർമിനേഷനും വിൽ പവറും ഒക്കെ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ഓക്കെ, യു കം ബാക്ക്. അതെ, അപ്പോൾ ഈ ജനസൈഡ് മ്യൂസിയത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ ധാരാളം ഉണ്ട്. പക്ഷേ ഇതിലൊരു മുറി എന്ന് പറയുന്നത് ചിൽഡ്രൻസ് റൂം എന്ന് പറയുന്ന മുറിയാണ്. അപ്പോൾ ചിൽഡ്രൻസ് റൂമിൽ ഇങ്ങനെ ആയിരക്കണക്കിന് കുട്ടികളുടെ ഫോട്ടോഗ്രാഫ് ഇങ്ങനെ നൂലിൽ തൂക്കിയിട്ടിരിക്കുകയാണ്. വേറെ ഒന്നുമില്ല, ഇതുപോലൊരു മുറി. ഈ ഓരോ ചിത്രത്തിൻ്റെ പുറകിൽ അവരെഴുതിയിരിക്കുന്നത് കുട്ടിയുടെ പേര്, കുട്ടിയുടെ വിളിപ്പേര്, കുട്ടിയുടെ അച്ഛൻ്റെ അമ്മയുടെയും പേര്, കുട്ടിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ്, ഫേവറേറ്റ് ആയിട്ടുള്ള ടോയ്, എങ്ങനെയാണ് ഈ കുട്ടി മരിച്ചത്. എന്നിട്ട് അപ്പോൾ ഈ ഓരോ കുട്ടികളും മരിക്കുന്ന ഒരാളെ ഒരു വാക്കത്തേക്ക് കഴുത്തിന് വെട്ടിയിട്ടായിരിക്കാം, ഒരിക്കൽ ചുമരിനടിച്ചു കൊന്നതായിരിക്കാം, അത് അല്ലെങ്കിൽ വെടിവെച്ചിട്ട്. അപ്പോൾ ഇത് നമ്മൾ ഒരു 10 എണ്ണം വായിച്ചു കഴിയുമ്പോൾ ഉണ്ടല്ലോ, ദെൻ യു സ്റ്റാർട്ട് ടു ഫീൽ മൈ ഗോഡ്, യു റിയലി ഡോണ്ട് വാണ്ട് ടു ബി ഇൻ ദ റൂം. കാര്യം ബ്യൂട്ടിഫുൾ സ്മൈലിംഗ് ചിൽഡ്രൻ ആണ്. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു ലോകം കൂടി
നമ്മളുടെ ചുറ്റുമുണ്ട്. അത് 1994 എന്ന് പറയുന്ന ചരിത്രാതീത കാലമൊന്നുമല്ല, വളരെ റീസെൻ്റ് ആയിട്ടുള്ള എല്ലാ മാധ്യമങ്ങളും നമ്മുടെ കൺമുമ്പിലുള്ളൊരു കാലഘട്ടത്തിലാണ് ഇത് നടക്കുന്നത്. സോ നാളെ അതുപോലത്തെ സംഭവം പാലസ്തീനിലും തീർച്ചയായിട്ടും അതാണല്ലോ നമ്മൾ ഇപ്പോൾ കണ്ടത്. അതാണല്ലോ ഏറ്റവും നമ്മളുടെ കൺമുമ്പിലാണത് കണ്ടത്. വളരെ വളരെ അൺഫോർച്ചുനേറ്റ്. അതുപോലെ മ്യൂസിയം അവിടെ വരും ഉറപ്പായിട്ടും. പറയാൻ പറ്റില്ല, എന്താണ് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ. ഈ നമ്മൾ ചരിത്രത്തിൽ നിന്ന് പഠിക്കുന്നു എന്നുള്ളതും പ്രാധാന്യമുള്ളതാണല്ലോ. അപ്പോൾ ചരിത്രത്തിലെ പഠിക്കാനുള്ളൊരു അവസരം നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് ഇപ്പം ചില രാജ്യങ്ങൾ അതിനെ അക്നോളജ് ചെയ്യും, ചില രാജ്യങ്ങൾ അതിനെ അക്നോളജ് ചെയ്യില്ല. ഈ ഹിരോഷിമയിൽ പോയ സമയത്ത് ഹിരോഷിമ മ്യൂസിയത്തിൽ ഞാൻ പോയി. മ്യൂസിയത്തിൽ പോയ സമയത്ത് നമ്മളവിടെ മ്യൂസിയത്തിൽ കയറി ഏറ്റവും വെച്ചിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ കരഞ്ഞേ ഇറങ്ങുള്ളൂ. അങ്ങനെയാണ് അവിടുത്തെ സംഭവം. എല്ലാ സംഭവങ്ങളും അവരെ കാണിച്ചിട്ടുണ്ട്. അതായത് അണുബോംബ് വീണ സമയം മുതൽ അതിനുശേഷം ഇന്ന് വരെ ഉണ്ടായ സംഭവങ്ങൾ. എനിക്ക് തോന്നുന്നു അതിന് കഴിഞ്ഞിട്ട് അവിടെ ആദ്യമായിട്ട് വരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ജപ്പാനിലേക്ക് വരുന്നത് എനിക്ക് തോന്നുന്നു ഒബാമയാണെന്ന് തോന്നുന്നു. ഈ ഒരു പ്രശ്നത്തിന് ശേഷം ആദ്യമായിട്ട് ജപ്പാൻ ഹിരോഷിമ സന്ദർശിക്കുന്ന ആദ്യത്തെ US പ്രസിഡന്റ് ഒബാമയാണ്. എല്ലാ പരിപാടികളും ഉണ്ട്. അവരതിനകത്ത് ഒറ്റ കാര്യം മാത്രം വെച്ചിട്ടില്ല, ഈ അണുബോംബ് വീഴുന്നതിന് മുമ്പ് ജപ്പാൻ എന്തായിരുന്നു അത് കാണിച്ചിട്ടില്ല. ചരിത്രം വേണ്ട, അത് വേണ്ട. അത് കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. അതിന് മുമ്പ് എന്തായിരുന്നു എന്നുള്ളത് കുറച്ചെങ്കിലും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ നാൻജിങ്ങിൽ പോയാൽ മതി. റൈറ്റ്. അതെ, ഇപ്പം എനിക്ക് തന്നെ രണ്ടും പോയതുകൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെ. അപ്പം ഞാൻ നമുക്കൊന്നാമത് ജപ്പാനെ പറ്റി ഭയങ്കരമായിട്ടുള്ള അഡ്മിറേഷൻ ആണല്ലോ. അവരുടെ അച്ചീവ്മെൻറ്റ്, അവരുടെ ഹംബിൾ പൊളൈറ്റ്നസ്, ടെക്നോളജി എല്ലാം. പക്ഷേ ദെൻ ഐ വാസ് ഇൻ ബ്രൂണൈ. 4 വർഷം ഞാൻ ബ്രൂണൈയിൽ പോയി. അപ്പോൾ ബ്രൂണൈ ഒക്യുപ്പൈഡ് ആയിട്ടുള്ളൊരു രാജ്യമായിരുന്നു, ഈ ജാപ്പനീസ് ഒക്യുപ്പേഷൻ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് നാച്ചുറലി ദേ ഹാവ് എ വെരി ഡിഫറെൻറ്റ് മെമ്മറി ഓഫ് ദിസ്. അഗൈൻ ഇപ്പോൾ തായ്ലൻഡിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ ഡെത്ത് റെയിൽവേ അത് നിർമ്മിച്ച സ്ഥലങ്ങൾ ആണ് ആ ക്രൂവൽറ്റിയുടെ ഒരു എക്സ്ട്രീം ഉണ്ടായിരുന്നത്. അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന എല്ലാ രാജ്യങ്ങളും അവരുടെ പാസ്റ്റിനെ അക്നോളജ് ചെയ്തോളണമെന്നില്ല. ചില രാജ്യങ്ങൾ അത് അക്നോളജ് ചെയ്യും, ചില രാജ്യങ്ങൾ അക്നോളജ് ചെയ്യും. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തും വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ജപ്പാൻ ഉണ്ടായിരുന്നു. അവിടെ എനിക്ക് അവിടെ പോയപ്പോൾ അവിടെ ജപ്പാൻ റിലേറ്റഡ് ആയിട്ടുള്ള സെമിത്തേരികളിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. ജപ്പാൻ എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ തന്നെ സിംഗപ്പൂർ തൊട്ടിട്ട് പാപ്പുവിൻ്റെ അവർ പെൽ ഹാർബർ വരെ പോയല്ലോ. പാപ്പുനുവിന് വരെയുള്ള ഏരിയാസ് മൊത്തമായിട്ട് വളരെ വേഗത്തിൽ ക്യാപ്ചർ ചെയ്യാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സിംഗപ്പൂർ വരുന്നു, ആൻഡമാനിൽ വരാനായിട്ട് ശ്രമിക്കുന്നു. ആ കാലഘട്ടത്തിൽ അവരുടെ ഒരു സ്ട്രാറ്റജി ഇംഗ്ലണ്ടിനെ കൗണ്ടർ ചെയ്യാനായിട്ട് ഇന്ത്യയെ ഇത് ചെയ്യുകയും അമേരിക്കയെ കൗണ്ടർ ചെയ്യാനായിട്ട് പെൽ ഹാർബർ അറ്റാക്ക് ചെയ്യുക ഒക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു പ്രതീക്ഷയില്ല. ബട്ട് ദ പോയിന്റ് ഐ വാസ് മേക്കിംഗ് ഈസ് ദാറ്റ് എല്ലാ രാജ്യങ്ങളും അവരുടെ പാസ്റ്റ് ഹിസ്റ്ററിയെ അക്നോളജ് ചെയ്തോളണമെന്നില്ല. ബിക്കോസ് സം വുഡ് റാദർ നോട്ട് ടോക്ക് അബൌട്ട് ഇറ്റ്. ഇപ്പോൾ നമ്മൾ ടർക്കി, അർമേനിയ പ്രശ്നമൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ വുഡ് റാദർ നോട്ട് അക്നോളജ് ദാറ്റ് ദർ ഇസ് എ പ്രോബ്ലം. ഈ തരത്തിലുള്ള സാധനങ്ങളാണ് ഒരിക്കലും റിസോൾവ് ചെയ്യാതെ പോകുന്നത്. പക്ഷേ കൺട്രീസ് വിച്ച് അക്നോളജ് ദർ പാസ്റ്റ് ടീച്ച് ദർ യങ്സ്റ്റേഴ്സ് ദാറ്റ് യെസ് ദർ ഇസ് എ ഹിസ്റ്ററി, വി ഗോട്ട് ഇറ്റ് റോങ് എന്ന് പറയുന്ന രാജ്യങ്ങളാണ് ദെൻ ദേ ആർ ഏബിൾ ടു ഗെറ്റ് ഓവർ ഇറ്റ് ആൻഡ് മൂവ്. ഞാൻ കഴിഞ്ഞ മാസത്തിൽ ബോണിൽ അവിടുത്തെ മ്യൂസിയത്തിൽ ആഫ്റ്റർ ഹിറ്റ്ലർ എന്ന് പറയുന്നൊരു എക്സിബിഷൻ കണ്ടു. വളരെ വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ളൊരു എക്സിബിഷനാണ്. ഇപ്പോൾ ഹിറ്റ്ലർ എന്ന് പറയുന്നത് ജർമ്മനി ഹാസ് അക്സെപ്റ്റഡ്. ഇപ്പോൾ സാധാരണ ഇതിൽ നമ്മൾ പറയില്ലേ ചരിത്രത്തിന് എപ്പോഴും 2 വശമുണ്ട് എന്നെല്ലാം പറയും. പലപ്പോഴും വിന്നേഴ്സ് ആൻഡ് ലൂസേഴ്സ്. അപ്പോൾ ലൂസേഴ്സ് വിൽ ഹാവ് ദർ ഓൺ ഹിസ്റ്ററി. പക്ഷേ ജർമ്മനി അങ്ങനെയല്ല. ജർമ്മനി ഹാസ് അക്സെപ്റ്റഡ് ദ വിന്നേഴ്സ് വേർഷൻ ഓഫ് ദ ഹിസ്റ്ററി. ഹിറ്റ്ലർ എന്ന് പറയുന്നൊരു ഇവളായിരുന്നു എന്നുള്ള തരത്തിൽ അവർ അക്നോളജ് ചെയ്തിട്ടാണ് ഹിസ്റ്ററി പ്രൊജക്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ ആ എക്സിബിഷനിൽ അവർ പറയുന്നത് ഹിറ്റ്ലർക്ക് ശേഷം 4 ജനറേഷൻ, ഇപ്പോൾ 4ാമത്തെ ജനറേഷനാണ് ഉള്ളത്. അപ്പോൾ ഹിറ്റ്ലറുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു ജനറേഷൻ അവരെങ്ങനെയാണ് ഇതിനെ കണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അവർ പറയുന്നത് ഇറ്റ് വാസ് എ ജനറേഷൻ ഓഫ് സൈലൻസ്. കാരണം എന്താണ് നടക്കുന്നതെന്ന് അവർക്ക് അറിയാമായിരുന്നു. ഇപ്പോൾ അവർക്ക് തെറ്റാണെന്ന് തോന്നുന്നുണ്ട്, പക്ഷെ അതുകൊണ്ട് അവർക്ക് അക്നോളജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവരുടെ കുട്ടികളോട് അതിനെപ്പറ്റി അവർ സംസാരിക്കുന്നില്ല. സോ ദേ വർ സോർട്ട് ഓഫ് സൈലൻറ്റ്. അതിൻ്റെ അടുത്ത ജനറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ ജനറേഷൻ ഓഫ് ഡിസ്കവറി.
അവർ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ജർമ്മനി ആർ സ്റ്റാർട്ടഡ് പ്രോഗ്രസിങ് അഗെയിൻ ആൻഡ് they had a little bit of distance and they had nothing to be, they were not part of that, they were not responsible for it. ഈ അവരുടെ കുറ്റകൃത്യങ്ങൾക്കൊന്നും അവർ ഉത്തരവാദികളല്ലല്ലോ. So they started looking back at the history and try to understand why all this thing happened, etc. അതിനുശേഷമാണ് മൂന്നാമത്തെ ജനറേഷൻ വരുന്നത്. അവിടെയാണ് ഈ ജർമ്മൻ റീയൂണിഫിക്കേഷനൊക്കെ വരുന്നത്. ആൻഡ് ദാറ്റ് ഈസ് പ്രോബ്ലി ദ മോസ്റ്റ് പ്രോഗ്രസീവ് ജനറേഷൻ. അപ്പോൾ ദേ സ്റ്റാർട്ടഡ് ടോക്കിംഗ് അബൌട്ട് ഹൗ ബാഡ് ഇറ്റ് വാസ് എറ്റ്സെട്ര. ഇപ്പം അടുത്ത ജനറേഷൻ വരുന്നു. അപ്പം അവർ പറയുന്നത് ഈ നാലാമത്തെ ജനറേഷൻ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും നോട്ട് ഓൺലി ദേ ഹാവ് ഫോർഗോട്ടൺ, ദേ ഹാവ് സ്റ്റാർട്ടഡ് തിങ്കിങ് മേ ബി ഇറ്റ് വാസ് നോട്ട് ഓൾ ദാറ്റ് റോങ്. എന്തെങ്കിലുമൊക്കെ ഈ റൈറ്റ് വിങ്ങിൽ എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടായിരുന്നിരിക്കാം എന്നുള്ള തരത്തിൽ റൈറ്റ് വിങ്ങിന് ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നൊരു സാഹചര്യം, ഒരു സൈക്ലിക്കലായിട്ട് തിരിച്ചു വരുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചരിത്രത്തെ നമ്മൾ പഠിക്കുമ്പോൾ ആ ചരിത്രം വേണ്ട തരത്തിൽ നമ്മളുടെ അടുത്ത തലമുറയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ യു വിൽ ഇവൻച്വലി end up making the same mistake and do that again and again. Okay. This is what we are seeing in Palestine and this is what we are seeing in many other parts of the world. Okay. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇത്രയും സമയം ചാറ്റ് വിത്ത് ഭക്തനിൽ വന്ന് നമ്മൾ കുറച്ച് നേരം സംസാരിച്ചിരിക്കാൻ സാധിച്ചതിൽ കുറേ കാര്യങ്ങൾ അറിയാൻ സാധിച്ചു. അപ്പോൾ എന്തായാലും നിങ്ങളുടെ പുതിയ പദ്ധതിക്ക് എല്ലാവിധ ആശംസകളും. ഈ പറഞ്ഞ പോലെ ഡീഫോറസ്റ്റേഷൻ പോലെയുള്ള പല ആക്ടിവിറ്റീസും ഇൻക്ലൂഡഡ് ആണ് അതിനകത്ത് അല്ലേ? അതെ. യെസ്. അപ്പോൾ ആ ഒരു പദ്ധതി വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോട്ടെ. എല്ലാവിധ ഭാവുകങ്ങളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സുജിത്തിൻ്റെ എല്ലാ പ്രോഗ്രാംസും ഞാൻ കാണാറുണ്ട്. പുതിയ തലമുറയെ സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കുകയും കൂടുതൽ കാണുകയും ചെയ്യുന്ന ഒരു റോൾ മോഡലായിട്ട് തന്നെ ആണ് വരുന്നത്. നമ്മളുടെ പുതിയ തലമുറ ഐ എം ആക്ച്വലി വെരി ഹാപ്പി അബൌട്ട് ദം ബിക്കോസ് ദേ ആർ നമ്മളുടെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളാണെങ്കിലും ദേ ആർ ട്രാവലിംഗ് ലോട്ട് മോർ. വളരെ യങ് ആയിട്ടുള്ള ഫീമെയിൽ സോളോ ട്രാവലേഴ്സ് ധാരാളം വരുന്നു. ആൻഡ് യു ആർ ഇൻ എ വേ റോൾ മോഡൽ ഫോർ ദം. സോ കീപ്പ് അപ്പ് ദ ഗുഡ് വർക്ക് ആൻഡ് മേ ബി ലോകത്തിൽ എവിടെയെങ്കിലും വെച്ച് ഇനി നമുക്ക് കണ്ടുമുട്ടാം. പ്രോബ്ലി ഇൻ ഇന്ത്യ, പ്രോബ്ലി എൽസ്വെയർ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.